മിസ്സേ, കേക്കാൻ പറ്റുന്നില്ല കേട്ടോ, സൗണ്ട് വരുന്നില്ലല്ലോ. ഇല്ല. ജില്ലയിൽ 7 ഇടത്ത് തോൽക്കുമെന്ന് ഒരു മുതിർന്ന നേതാവ് പ്രഖ്യാപിച്ചു. ഇത് എന്തെന്ന് ആവശ്യപ്പെട്ടു. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വീഴ്ച സംബന്ധിച്ച് സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ ഊടനാട് പടത്തിൽ സ്കൂളിലെ പണ്ടത്തെ ഞാൻ കൊറേ കേട്ടോ ഇനിയുണ്ട് ഞാൻ പരത്തിട്ട് പോന്നു. ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഒപ്പം തന്നെ ഇന്ന് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും ജി സുധാകരൻ പങ്കെടുത്തു. ഇന്ന് നടന്ന യോഗത്തിൽ സുധാകരനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്?
അസംബ്ലിയിൽ തന്നെ എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചതാണ്. ആരോപണം ഉയർന്നിരുന്നു. അതിനുശേഷം പാർട്ടി ജില്ലാ നേതൃത്വം ഇന്ന് ആ റിപ്പോർട്ട് പറയുന്നത് ജില്ലാ ഷൈജ ഷൈജ ജില്ലാ കമ്മിറ്റി ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഹലോ മിസ്സേ. ഹലോ, ഓക്കെ ആണോ? കുഴപ്പമില്ല. ഞാൻ അന്നേരം ഫോണിൽ കയറിയതാണേ. ആ അപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലെന്നല്ലേ പറഞ്ഞേ? അതെ, കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ ഓക്കെ. അത് കറണ്ട് എങ്ങാനും പോയാല് നിക്കാലോ എന്ന് വിചാരിച്ച്, സസ്റ്റെയിൻ ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് അതിൽ കയറിയത്. ഓക്കെ. ഈ 24 പേരേ ഉള്ളല്ലോ. ജോയിൻ ചെയ്യാനുണ്ട്, വരുമായിരിക്കും. ഓക്കെ. മറ്റേ നമ്മുടെ പിള്ളേര് കയറിയോ? K3 ആരും വന്നിട്ടില്ല. നമ്മുടെ HSA നാച്ചുറൽ സയൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. സോഷ്യൽ സയൻസിലെ കുട്ടികൾ വരാനുണ്ട് കുറച്ചുകൂടെ. അടി മേടിക്കും. അത് എന്താണെന്നറിയാവോ, അവർക്ക് സൂം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ല അവര്. അതിന്റെ ഒരു ഇഷ്യൂ ആയിരിക്കാം ചിലപ്പോ. ഇനി നാച്ചുറൽ സയൻസിലെ കുട്ടികളാണോ വരാനുള്ളത്? സോഷ്യൽ സയൻസ് വന്നിട്ടില്ലല്ലോ മുഴുവനായിട്ടും. സോഷ്യൽ സയൻസും വന്നിട്ടില്ല. പക്ഷേ കുറച്ചൊക്കെ കൂടി വരാനുണ്ട്. 3 പേര് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടേ. ഓക്കെ. ബാക്കിയുള്ളവര് കേറാനുണ്ട് എന്തായാലും. അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണയും ഏതാണ്ട് 36ഓ 27ഓ നിയർ അബൌട്ട് എത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രൂപ്പിൽ പറയുന്നുണ്ട് മിസ്സേ, ഇന്ന പോലെയാണ് എല്ലാരും കേറുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആ ഗുജറാത്തിലെ പെൺകുട്ടി അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഗോപിക മിസ് ഇന്നലെ ഉണ്ടായിരുന്നു. കമ്പൈൻ സ്റ്റഡിക്കും ഒക്കെ കേറാറുണ്ട്. അതിന് ഇഷ്യൂ വരുന്നത് നമ്മളുടെ ലാപ്പിൽ ഓൺ ആകാത്ത ഒരു ഇഷ്യൂ ഉള്ളൂ, അല്ലാതെ ക്ലാസ്സിൽ വലിയ പ്രശ്നമില്ല. ഗോപിക. ഹലോ മിസ്സേ. പറയൂ. തിരക്കായി പോയി മോളെ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. അയ്യോ കുഴപ്പമില്ല മിസ്സേ, കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ വോയിസ് ഇട്ട് വെച്ചാലും മതി കേട്ടോ. ശരി മിസ്സേ, ശരി. ഓക്കെ.
ഓക്കെ രജിത. ഇനി നമുക്കൊരു മറ്റേ ഒരു ഗൾഫുകാരനുണ്ട്. എന്താ ബെറ്റി പേര്? നിശാന്ത്. ആളെ കാണാനില്ല. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞത് പിന്നെ ആൾ ഈ ഭാഗത്തൂടെ ഇങ്ങ് വന്നിട്ടില്ല. എനിക്ക് ഒന്ന് അന്വേഷിക്കണം മിസ്സേ. ഇപ്പഴാണെങ്കില് 2-3 ദിവസം കുറച്ചായി ഇപ്പം. ആണല്ലേ? എനിക്കൊന്ന് മെസ്സേജ് ചെയ്തായിരുന്നു. ഇപ്പൊ കേറുന്നേ ഇല്ല. അങ്ങനെ എക്സാമും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നൊക്കെ വളരെ ചുരുക്കമായി. ഇപ്പോ PSC അറിയിപ്പ് കിട്ടിയത് എന്താന്ന് ചോദിച്ചാല് ഇനി വരുന്ന എക്സാമുകളെല്ലാം സ്പീഡിലാവും കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് LPUP അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നായ ഒരു എക്സാം ആണ്. LPUPക്ക് മുമ്പ് പല എക്സാം വിളിച്ചിരുന്നെങ്കിലും പെട്ടെന്ന് LPUP ആ ഓൺ ടൈമിൽ നടന്നു എന്നുള്ളതാണ് വാസ്തവം. കൊറോണയാണോ എന്താണെന്നൊന്നും മാനിച്ചില്ല, നേരെ എക്സാം വന്നു. അപ്പോ ഇനി വരുന്ന എക്സാംസ് ആണെങ്കിലും ആ ഒരു സ്പീഡിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടത്. PSCയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയത് ഒരു വിവരമാണ്. അപ്പൊ അതുകൊണ്ട് കണ്ണിങ് ആയിട്ട് 6 മാസം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ചോളുക. കാരണം നമുക്ക് കൃത്യം 6 മാസം കിട്ടണം എന്നില്ല. 3 മാസത്തിന് മുമ്പാണെങ്കിലും അവിടെ നോട്ടിഫിക്കേഷൻ വരാം. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെതായ സീരിയസ്നെസ്, നിങ്ങൾക്ക് കിട്ടിയ ടൈമിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു സമയത്തിനുള്ളിൽ, ഒരു ടൈം ഡ്യൂറേഷനുള്ളിൽ കഴിഞ്ഞു, അവിടെ എക്സാം വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നിൽ കണ്ട് മാക്സിമം എഫോർട്ട് എടുത്ത് റിവിഷനിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ അത് പോസിറ്റീവായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. മാക്സിമം നന്നായിട്ട് പഠിച്ചു പോവുക. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എക്സാം വന്നു, ഞങ്ങൾ അവിടെ കവർ ചെയ്തില്ല, ഇവിടെ കവർ ചെയ്തില്ല. കിട്ടിയ മാക്സിമം ടൈമിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ് തുടങ്ങാം. 30ഓളം പേരായി, ഇനിയുള്ളവർ വരട്ടെ. സിമി, നമ്മുടെ പിള്ളേര് വന്നോ ഇതുവരെയെങ്കിലും? ആരേലും? മിസ്സേ നൗഷി ജോയിൻ ചെയ്തിട്ടുണ്ട്. നൗഷി മാത്രമേ ഉള്ളൂ അല്ലേ? ആ, ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷിൻസി, എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ മോളെ? ഷിൻസി, ഇല്ല ഞാൻ മ്യൂട്ട് ആക്കിയായിരുന്നല്ലോ. ആണോ? ഞാൻ നോക്കിയപ്പോ ഞാൻ സിമിയെ വിളിക്കുന്നതിന് മുമ്പ് ഷിൻസി അൺമ്യൂട്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക് ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറിയാണ്. ഗാഗിനയുടെ പഠനശ്രേണി കണ്ടു. അതിനുശേഷം വന്നപ്പോൾ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറിയാണ് കണ്ടത്, ഇല്ലേ? ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിന്റെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറിയാണ് കണ്ടത്. അന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ ബിഹേവിയറിസ്റ്റ് തിയറി തൊട്ട് അങ്ങോട്ട് പോകാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി K3 സ്റ്റുഡൻസും കൂടെ നമുക്ക് ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ എടുക്കുന്നത് കൊഗ്നിറ്റീവ് തിയറിയിലെ കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറിയാണ് എടുക്കുന്നത്. HSIക്ക് ആണെങ്കിലും കേട്ടറ്റ് എക്സാമുകളിലാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പഠന സിദ്ധാന്തമാണ് ഫീൽഡ് തിയറി അഥവാ ക്ഷേത്ര സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആരോ ഒരാൾ അൺമ്യൂട്ട് ആയിട്ടുണ്ടല്ലോ. ആരോ ഒരാൾ അൺമ്യൂട്ട് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. അൺമ്യൂട്ട് ആയിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷൈജയാണ്. അൺമ്യൂട്ട് ആക്കാം. ഇപ്പൊ ഓക്കെ. ഞാനിങ്ങനെ അൻസും കൂടെ അൺമ്യൂട്ട് ചെയ്തോളൂ. അൻസും കൂടെ അൺമ്യൂട്ട് ആക്കൂ മക്കളെ. ഓക്കെ. ഞാനിങ്ങനെ ഷൈജനെ ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താണ് കാര്യം? വീട്ടിലൊക്കെ ഒന്ന് പോയി മിസ്. അമ്മനെയൊക്കെ കണ്ടു, അതിന്റെ സന്തോഷാണല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പോകുമ്പോ നമുക്കൊരു സന്തോഷം, എനർജി കൂടുതലാ. കൊറേ ആയി പോയിട്ട്. ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ടേ. ലോക്ക്ഡൌൺ ഒന്നും നീക്കാനോട് മക്കളെ കൂട്ടി ഒന്ന് പോയി. നാട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ, കുറച്ച് ദൂരേ ഉള്ളൂ. ഇവിടെ എവിടെയാ? വേങ്ങേരി, കോഴിക്കോട് വേങ്ങേരി. അപ്പൊ എനിക്കൊരു സമാധാനം വെച്ചാ കഴിഞ്ഞ LPUP ആണെങ്കിലും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പിള്ളേരുണ്ട്. അപ്പൊ എവിടെ ചെന്നാലും വിളിക്കാം, മിണ്ടാം. അതുപോലെ തന്നെ നമുക്ക് ഒരു നേരം ഒന്ന് കാണാനൊക്കെ ആൾക്കാരുണ്ട്. ഭയങ്കര സന്തോഷാണ്. കോഴിക്കോട് വന്നാലും ഷൈജനെ കാണാം, അല്ലേ? അടിപൊളി. അപ്പോ നമ്മൾ ഇന്ന് കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം ഫീൽഡ് തിയറി ബൈ കർട്ട് ലെവിൻ ആണ് കാണുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അക്കോർഡിംഗ് ടു ദ ഫീൽഡ് തിയറി,
പ്രപ്പോസ്ഡ് ബൈ കർട്ട് ലെവിൻ. കർട്ട് ലെവിൻ ആണ് ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. കൊഗ്നിറ്റീവ് തിയറിയിൽ കൊഗ്നിറ്റീവ് തിയറിസ്റ്റ് ആണ് ആര്? കർട്ട് ലെവിനും. കർട്ട് ലെവിനും കൊഗ്നിറ്റീവ് തിയറിസ്റ്റുകളാണ്. വൈജ്ഞാനിക പഠന സൈദ്ധാന്തികർ എന്നറിയപ്പെടുന്ന പിയാഷെ, ബ്രൂണർ, ഒസുബെല്ലെ, കർട്ട് ലെവിൻ, ഈ 4 പേരാണ് കൊഗ്നിറ്റീവ് തിയറിസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ദ ഫീൽഡ് തിയറി പ്രപ്പോസ്ഡ് ബൈ കർട്ട് ലെവിൻ, ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. ലേണിംഗ് ഈസ്, ഞാൻ ഒന്ന് എഴുതി പഠിപ്പിക്കാം, കാരണം ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒന്നും നമുക്ക് പഠിക്കാനില്ല, കുറച്ച് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എഴുതാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ, മെസ്സേജ് മതിയേ. ഒരു സെക്കൻഡ്. കർട്ട് ലെവിന്റെ ഫീൽഡ് തിയറിയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ കുഞ്ഞുങ്ങളെ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ കർട്ട് ലെവിന്റെ സിദ്ധാന്തം അനുസരിച്ച് അല്ലെ ഫീൽഡ് തിയറി പറയുന്നത്, പഠനം എന്ന് പറയുന്നത് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആണ്. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. പോയിന്റ് എഴുതി വയ്ക്കുക. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പെർസെപ്ച്വൽ, PER, പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആണ്. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. പഠനം എന്ന് പറയുന്നത് വീക്ഷണ സംഘടനമാണ് എന്നാണ് ആര് പറയുന്നത്? ഈ ഫീൽഡ് തിയറിസ്റ്റ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഫീൽഡ് തിയറി പ്രപ്പോസ്ഡ് ബൈ കർട്ട് ലെവിൻ, they are saying that learning is a process of perceptual organization and it is a reorganization of, ഇത് organization of perception ആണ്, കൂടാതെ reorganization of one's life space, reorganization of one's life space involving ഒരാളുടെ reorganization. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നു ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. രണ്ടാം പോയിന്റിൽ പറയുന്നു ഇറ്റ് ഈസ് എ reorganization of one's life space. ആ വൺസ് ലൈഫ് സ്പേസിൽ, അതായത് അയാളുടെ ജീവിത തരംഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ഇൻവോൾവിങ് എന്തെല്ലാം കാര്യമാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൻസൈറ്റ്, രണ്ട് എംഫസൈസ് ഓൺ ബിഹേവിയർ, BHR, emphasize on behavior. Then the third one is motivation in learning. ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ആയത് എന്തില്? ലൈഫ് സ്പേസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഫീൽഡ് തിയറി ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ റീഓർഗനൈസേഷൻ ഓഫ് വൺസ് ലൈഫ് സ്പേസ്. ഒരാളുടെ ജീവിത രംഗവുമായിട്ട് കോറിലേറ്റഡ് ആണ്. ഈ ലൈഫ് സ്പേസ് ഇൻവോൾവ്സ് എന്തിനെയൊക്കെയാണ്? ഇൻസൈറ്റ്, ഉൾക്കാഴ്ചയെ ഉൾക്കൊള്ളുന്നു. ദെൻ അടുത്തത് സ്വഭാവത്തിന് പ്രാധാന്യം, എംഫസൈസ് ഓൺ ബിഹേവിയർ, സ്വഭാവത്തിന് പ്രാധാന്യം നൽകുന്നു. കൂടാതെ മോട്ടിവേഷൻ ഇൻ ലേണിംഗ്, പഠനത്തിന് അഭിപ്രേരണയും നൽകുന്നു. ഈ കാര്യങ്ങളെല്ലാം റീഓർഗനൈസ് ചെയ്തുള്ള ഒരാളുടെ ജീവിത തരംഗത്തിനെ അല്ലെ ജീവിത രംഗത്തിനെ റീഓർഗനൈസ് ചെയ്യുന്നതാണ് എന്ത്? ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറി. അപ്പൊ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്നത് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആണ്. നമുക്കെല്ലാം ജീവിത രംഗം, ലൈഫ് സ്പേസ് ഉണ്ട്. എനിക്കുണ്ട്, സുകന്യക്കുണ്ട്, ഷൈജിക്കുണ്ട്, മിനിക്കുണ്ട്, എല്ലാവർക്കും ലൈഫ് സ്പേസ് ഉണ്ട്. ഈ ലൈഫ് സ്പേസിൽ ഞാൻ എന്ന വ്യക്തി, എൻ്റെ ഡ്രൈവ്, എൻ്റെ മോട്ടീവ്, എൻ്റെ ബിലീഫ്, എൻ്റെ ടെൻഷൻ, എൻ്റെ എന്തൊക്കെയാണ് ഫിസിക്കൽ എൻവയോൺമെന്റ്, ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്നതാണ് എൻ്റെ ലൈഫ് സ്പേസ്.
അതുപോലെ തന്നെയാണ് സുകന്യയുടെ ലൈഫ് സ്പേസ് എന്ന് പറയുമ്പോഴും സുകന്യ എന്ന വ്യക്തി, അതുകൂടാതെ നിന്റെ ടെൻഷന്, ബിലീഫ്സ്, നിന്റെ ഫിസിക്കൽ എൻവയോൺമെന്റ് ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്നതാണ് സുകന്യയുടെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ലൈഫ് സ്പേസ് അഥവാ ജീവിത രംഗമുണ്ട്. ഈ ജീവിത രംഗത്തിന്റെ റീഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? പഠനം എന്ന് പറയുന്നത്. പഠനത്തിലൂടെ വേറൊരു രീതിയിൽ അവർ അവതരിപ്പിക്കുകയാണ്. പഠനത്തിലൂടെ നമ്മുടെ ലൈഫ് സ്പേസിന്റെ റീഓർഗനൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഇൻസൈറ്റ്, നമ്മുടെ ഉൾക്കാഴ്ച മാറുന്നു, നമ്മുടെ മോട്ടിവേഷൻ മാറുന്നു, നമ്മുടെ സ്വഭാവത്തിന് നാം കൊടുക്കുന്ന ഒരു പ്രാധാന്യം, നമ്മൾ നേടുന്ന വിവേകം, അതെല്ലാം റീഓർഗനൈസ് ചെയ്യപ്പെടുകയാണ്. എവിടെ? പഠനത്തിലൂടെ. ആര് പറഞ്ഞു? ഫീൽഡ് തിയറിസ്റ്റ് പറഞ്ഞു. 2 പോയിന്റേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. 2 പോയിന്റ് പഠിച്ചിരിക്കുക. ലേണിംഗ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ ആണ്, വീക്ഷണ സംഘാടനമാണെന്ന് പറയാം. 2ാമത്തെ പോയിന്റ് പറയുന്നു ഇറ്റ് ഈസ് എ റീഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്പേസ്. വൺസ് ലൈഫ് സ്പേസ് കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട. ഇറ്റ് ഈസ് എ റീഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്പേസ്. ജീവിത രംഗത്തിന്റെ റീഓർഗനൈസേഷൻ ആണ്. ഈ ജീവിത രംഗത്തിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ഇൻവോൾവിംഗ് ഇൻസൈറ്റ്, എംഫസൈസ് ഓൺ ബിഹേവിയർ ആൻഡ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. ക്ലിയർ ആയോ? 2 പോയിന്റേ നമ്മൾ കണ്ടിട്ടുള്ളൂ. 1ാമത്തെ പറയുന്നു ഫീൽഡ് തിയറി പറയുന്നത് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ ആണ്. എന്ത്? പഠനം എന്ന് പറയുന്നത് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ ആണ്. 2ാമത് എന്താ വിദ്യ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിദ്യ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഈ 2ാമത് പറയുന്നു ഇറ്റ് ഈസ് എ റീഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്പേസ് ദാറ്റ് ഇൻവോൾവ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫ് സ്പേസിലുള്ളത്? ഇൻസൈറ്റ്, ഉൾക്കാഴ്ചയുണ്ട്. എംഫസൈസ് ഓൺ ബിഹേവിയർ, സ്വഭാവത്തിന് പ്രാധാന്യം നൽകുന്നു. കൂടാതെ എന്തിനാണ്? മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. വെരി ഗുഡ്. ആ ഒരു പോയിന്റ്, 2 പോയിന്റേ ഉള്ളൂ, അത് പഠിച്ചിരിക്കുക. ഓക്കെ. ഇനി ശംഭു തുടക്കാനുള്ള തുണി. ഇനി അടുത്ത പറഞ്ഞോളൂ. പെർസെപ്ഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വീക്ഷണ സംഘാടനം. പെർസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ വീക്ഷണമാണ്. നമുക്ക് എന്തിനോടെങ്കിലുമുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണം. അപ്പൊ ഇനി 2ാമത്തെ പോയിന്റിൽ പറയുന്നു, 1ാമത്തെ പോയിന്റ് ആണ് അത് കണ്ടത്. ഇനി 2ാമത്തെ പോയിന്റിൽ നമ്മൾ കാണുന്നു ഫീൽഡ് ഓർ ലൈഫ് സ്പേസ് ഈസ് എ സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ എൻവയോൺമെന്റ്. ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്ന ഫീൽഡ് അഥവാ ലൈഫ് സ്പേസ്, ജീവിത രംഗം എന്ന് പറയുന്ന ലൈഫ് സ്പേസ് അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എൻവയോൺമെന്റ്. മ്യൂട്ട് ചെയ്യണേ വിദ്യ, മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. LP UPക്കൊക്കെ ട്രിവാൻഡ്രത്ത് ക്ലാസ് എടുക്കുമ്പോ നീ കറിയൊന്നും വെക്കാതെ ലൈവിൽ കയറി ഇരിക്കുവാണല്ലേ എന്നൊക്കെ ചോദിക്കും. ആ പെമ്പർനോത്തിക്ക് വേറെ പണിയൊന്നും ഇല്ല, അവര് വന്ന് ക്ലാസ് എടുക്കും, നീ കറി വെച്ചിട്ട് വേണ്ടേ കയറി ഇരിക്കാൻ. ഞാനാണെങ്കിൽ ഇരുന്ന് ചിരിക്കാൻ മേല. ടാലന്റിന്റെ ക്ലാസ് ആണ്, ചിരിക്കാനും വയ്യ, ചിരിക്കാതിരിക്കാനും വയ്യ. ആകെപ്പാടെ ആ പെമ്പർനോത്തി ഒരുങ്ങിക്കെട്ടി അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കാൻ, നിനക്ക് ഇവിടെ കറി വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വീട്ടുകാരുടെ തെറി എന്നെ കേൾപ്പിക്കരുത്. ആവശ്യത്തിന് പണിയൊക്കെ കഴിഞ്ഞ് മ്യൂട്ട് ചെയ്തിട്ട് മാത്രമേ വന്നിരിക്കാവുള്ളൂ. കേട്ടല്ലോ? അപ്പൊ ഇവിടെ പറയുന്നത് 1ാമത്തെ പോയിന്റ് പറഞ്ഞു ഫീൽഡ് തിയറി അനുസരിച്ച് പഠനം എന്ന് പറയുന്നത് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ ആണ്, റീഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്പേസ് ആണെന്നും കണ്ടു. 2ാമത്തെ പോയിന്റ് പറയുന്നു ഫീൽഡ് അല്ലെങ്കിൽ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ എൻവയോൺമെന്റ്. ഒരു പഠിതാവിന്റെ പഠന സാഹചര്യം അല്ലെ ഒരു പഠിതാവിന്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സൈക്കോളജിക്കൽ എൻവയോൺമെന്റ് അല്ലെ സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ഹലോ മാം, എന്തൊരു സൗണ്ട് വരുന്നുണ്ട്. ഹലോ, സൗണ്ട് വരുന്നുണ്ട് മിസ്സിന്റെ ഇത് പോകുന്നുണ്ട് സ്ക്രീന്. വേറെ കേറുന്നുണ്ട് ഇടയില്. കൂടാതെ കേറുന്നുണ്ടോ?
വേറെ ഒരു സ്ക്രീൻ വരുന്നുണ്ട് ഇടയ്ക്ക്. ഹോസ്റ്റിംഗ് അല്ലെന്ന്. രണ്ടും എന്നെ ഹോസ്റ്റ് ആക്കിയിട്ട് മുങ്ങി എവിടുന്ന്? മിസ്സിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പം കേക്കാവോ? ഇപ്പോഴും മിസ്സേ സൗണ്ട് ഒരു കിടക്കിടപ്പുണ്ട് മിസ്സേ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരു ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ മിസ്സേ. എന്റെ ദൈവമേ, കരകര സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാന് പാർട്ടിസിപ്പൻസിനെ ഒക്കെ എടുക്കാൻ പഠിച്ചു. ഇനി ഓരോ ദിവസവും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഷിൻസിനൊക്കെ ആദ്യമായിട്ടാ മുഖമൊക്കെ ഒന്ന് കാണുന്നേ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു ഫീൽഡ് ഓർ ലൈഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ. ഫീൽഡ് ഓർ ലൈഫ് സ്പേസ് ഈസ് ആൻ സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എൻവയോൺമെന്റ്. ഒരു വ്യക്തിയുടെ പരിസ്ഥിതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സൈക്കോളജിക്കലി അല്ലെ മനഃശാസ്ത്രപരമായി റെപ്രസെന്റ് ചെയ്യുന്ന വസ്തുതയാണ് എന്തെന്ന് പറയുന്നത്? ഒരാളുടെ ജീവിത രംഗം അഥവാ ഒരാളുടെ ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിത ക്ഷേത്രം അല്ലെ നമ്മുടെ ജീവിത രംഗം എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല. ഇറ്റ് കൺസിസ്റ്റ് എവറിത്തിങ് അബൌട്ട് അസ്. നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാം നമ്മുടെ ലൈഫ് സ്പേസ് ആണ്. അതായത് വ്യക്തി എന്ന ഞാൻ, എൻ്റെ ടെൻഷൻ, എൻ്റെ ബിലീഫ്, എന്റേതായിട്ടുള്ള തോട്ട്സ്, ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്നതാണ് എൻ്റെ ലൈഫ് സ്പേസ്. അപ്പൊ ലൈഫ് സ്പേസ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയോ? ലൈഫ് സ്പേസ് എന്നാൽ ഒരു വ്യക്തിയുടെ, സുകന്യയുടെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് എന്നിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഓക്കെ. ഇപ്പൊ സുകന്യ എന്ന പേഴ്സൺ, ആ വ്യക്തിയുണ്ട്, അയാളുടെ തോട്ടുകൾ, അയാളുടെ വിചാരങ്ങളുണ്ട്, അയാളുടെ ഫീലിങ്സ്, ആ വ്യക്തിയുടെ ഫീലിങ്സ് ഇൻവോൾവ് ചെയ്യുന്നു, അയാളുടെ ബിലീഫ്, അയാളുടെ വിശ്വാസങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നു, അയാളുടെ ടെൻഷൻ, ഒരു വ്യക്തിയുടെ ടെൻഷൻ ഇൻവോൾവ് ചെയ്യുന്നു, ഒരു വ്യക്തിയുടെ ഫിസിക്കൽ എൻവയോൺമെന്റ്, അയാളുടെ ഫിസിക്കൽ ഭൗതിക പരിസ്ഥിതി അഥവാ ഫിസിക്കൽ എൻവയോൺമെന്റ്, ഇതെല്ലാം അടങ്ങുന്നതാണ് ഒരു വ്യക്തിയുടെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ലൈഫ് സ്പേസ് എന്നാൽ ഒരു വ്യക്തി, അയാളുടെ ടെൻഷൻ, അയാളുടെ തോട്ട്, അയാളുടെ വിശ്വാസം, അയാളുടെ ഫിസിക്കൽ ഭൗതിക പരിസ്ഥിതി, ഇതെല്ലാം അടങ്ങിയതാണ് അയാളുടെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ലൈഫ് സ്പേസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ? ഈ സംഭവം എല്ലാം മനസ്സിലാകുകയുള്ളൂ. ലൈഫ് സ്പേസ് തന്നെയാണ് എന്ത് ഫീൽഡ് എന്ന് പറയുന്നതും. സോ ഫീൽഡ് ആൻഡ് ലൈഫ് സ്പേസ് ഇസ് എ സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് an individual's environment. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത് മനസ്സിലാക്കിയ ലൈഫ് സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കർട്ടിലമിന്റെ ക്ഷേത്ര സിദ്ധാന്തം പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്താണ് ദൈവം, ഇതിനകത്തും ആളൂരുണ്ടോ? മ്യൂട്ട് ചെയ്യ മക്കളെ. എനിക്ക് ആ പേര് പോലും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. ആളൂരെ കണ്ടപ്പോഴേ ഞാൻ കട്ട് ചെയ്ത് പോകണം എന്ന് വിചാരിച്ചതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു 2 പോയിന്റുകളാണ് ഫീൽഡ് തിയറിയിൽ പഠിച്ചത്. ഒന്നാമത്തെ പറയുന്നു ഫീൽഡ് തിയറി എന്ന് പറയുന്നത് എന്താണ്? പഠനം എന്ന് പറയുന്നത് എന്താണ്? പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആണ് ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്പേസ് ആണെന്ന് കണ്ടു. പഠിച്ചു പോകാൻ വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു തിയറിയെ എടുക്കാറുള്ളൂ. രണ്ടാമത് പറയുന്നു ഫീൽഡ് ഓർ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എൻവയോൺമെന്റ്. കിട്ടിയോ? സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എൻവയോൺമെന്റ് എന്നുള്ളത് കണ്ടു. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. ലൈഫ് സ്പേസ് കൺസിസ്റ്റ് ഓഫ് എവറിത്തിങ്. ലൈഫ് സ്പേസ് കൺസിസ്റ്റ് ഓഫ് എവറിത്തിങ്. എല്ലാ കാര്യത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ജീവിത രംഗം അഥവാ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് എവറിത്തിങ്. എല്ലാ കാര്യത്തിനെയും
ഇറ്റ് കൺസിസ്റ്റ് എവറിത്തിങ്, എല്ലാ കാര്യത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്ത് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് എവറിത്തിങ് ദാറ്റ് അഫക്ട്സ് ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു പ്രത്യേക സമയത്ത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതാണ് എന്ത് ഈ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ലൈഫ് സ്പേസ് കൺസിസ്റ്റ് ഓഫ് എവറിത്തിങ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. ദാറ്റ് അഫക്ട്സ് ദ ബിഹേവിയർ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. ദാറ്റ് അഫക്ട്സ് ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ in a particular time, ഒരു പ്രത്യേക സമയത്ത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ഈ ലൈഫ് സ്പേസ് സ്വാധീനിക്കുന്നു. ലൈഫ് സ്പേസ് കൺസിസ്റ്റ് ഓഫ് എവറിത്തിങ് ദാറ്റ് അഫക്ട്സ് ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ എ പർട്ടിക്കുലർ ടൈം. ചില പ്രത്യേക സമയത്ത് വ്യക്തിയുടെ സ്വഭാവത്തെ ഈ ലൈഫ് സ്പേസ് സ്വാധീനിക്കുന്നു. കിട്ടിയോ കുഞ്ഞുങ്ങളെ? കിട്ടിയോ? ലൈഫ് സ്പേസിൽ എല്ലാ കാര്യങ്ങളും ഇൻവോൾവിംഗ് ആണ്. ഈ ലൈഫ് സ്പേസ് ചില സമയത്ത് വ്യക്തികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു, ചില പ്രത്യേക സമയത്ത് വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തയിലേക്ക് പോകുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഈ ലൈഫ് സ്പേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ലൈഫ് സ്പേസ് ഇൻക്ലൂഡ്സ് ദ പേഴ്സൺ. ഒന്നാമതായി കാണുന്നു ലൈഫ് സ്പേസ് ഇൻക്ലൂഡ്സ് ദ പേഴ്സൺ, ആ വ്യക്തിയെ ഉൾക്കൊള്ളുന്നു. രണ്ടാമതായി പറയുന്നു ഹിസ് ഡ്രൈവ്സ്, അയാളുടെ ഡ്രൈവ്സ്, അയാളുടെ മോട്ടീവ്സ്. ഹിസ് ഡ്രൈവ്സ്, ഹിസ് മോട്ടീവ്സ്, ഹിസ് ബിലീഫ്സ്, അയാളുടെ ബിലീഫ്സ്, അയാളുടെ ടെൻഷൻ, അയാളുടെ ടെൻഷൻ. ആരോ ഒരാൾ മ്യൂട്ട് ചെയ്യാനുണ്ട്. എല്ലാവരും അവനവന്റെ സ്ക്രീനിലേക്ക് നോക്കി ആ ഒരു ബട്ടൺ നോക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്യണേ. ബിലീഫ്സ്, ടെൻഷൻ, തോട്ട്, അടുത്ത അയാളുടെ തോട്ട്, അയാളുടെ ഫീലിങ്സ്, അയാളുടെ ഫിസിക്കൽ എൻവയോൺമെന്റ്, അയാളുടെ ഫിസിക്കൽ എൻവയോൺമെന്റ്. ഇതെല്ലാമാണ് എന്ത് ഈ ഒരു വ്യക്തിയുടെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ ലൈഫ് സ്പേസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എവറിത്തിങ് ഇൻ വിച്ച് that involve a person's behavior, that affects the person's behavior on a particular time. It includes the person, his drives, his motives, his beliefs, his tension, his thought, his feelings and his environment, his physical and ഭൗതിക പരിസ്ഥിതി. ഇതെല്ലാം അടങ്ങിയതാണ് ഒരു വ്യക്തിയുടെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് സുകന്യ തല ചൊറിയുന്നുണ്ട്. ക്ലിയർ ആവാഞ്ഞിട്ടാണോ? ക്ലിയർ ആയോ? ഒന്ന് തലയാട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഓരോ വേർഡുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോറിൻ ഹൾ എന്താണ്, അതുപോലെ തന്നെ വാലൻസ് എന്നാൽ എന്താണ്, അതുപോലെ തന്നെ രണ്ട് തരം കമ്പോണൻസ് ഉണ്ട്. ഇതൊക്കെ ഇനി ഓരോരോ പോയിന്റുകളിലേക്കാണ്. ഇവിടെ പരീക്ഷണങ്ങളില്ല. കർട്ട് ലെവിൻ കുട്ടികളുടെ ശിശുവിന്റെ വ്യവഹാരത്തെയാണ് നിരീക്ഷിച്ച് ഒരു തിയറി ഉണ്ടാക്കിയത്. അല്ലാതെ അദ്ദേഹം മറ്റു മൃഗങ്ങളെ വെച്ചിട്ടോ ഒന്നും പരീക്ഷണം നടത്തിയിട്ടില്ല. ശിശു വ്യവഹാരത്തെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ലൈഫ് സ്പേസ്, ഫീൽഡ് തിയറി, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു വെക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 4 പോയിന്റ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആണ് ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്പേസ്. ആ റീഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്പേസിൽ എന്തൊക്കെ ഇൻവോൾവിംഗ് ആണ്? ഇൻസൈറ്റ് ഉണ്ട്, പിന്നെ വേറെന്താ ഉള്ളേ? ഒന്ന് ഇൻസൈറ്റ്, രണ്ട് ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയേ. പിന്നെ മോട്ടിവേഷൻ. വെരി ഗുഡ്. എംഫസൈസ് ഓൺ ബിഹേവിയർ ആൻഡ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഫീൽഡ് ഓർ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് എന്തിന്റെ റെപ്രസെന്റേഷൻ ആണ്? ദാറ്റ് ഈസ് എ സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സുകന്യ ഇത്തിരി കഞ്ഞിവെള്ളമൊക്കെ ഉപ്പിട്ട് കുടിക്കണം കേട്ടോ, പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പകലൊക്കെ. കേട്ടല്ലോ, നന്നായിട്ട് ക്ഷീണിച്ചായിരിക്കുന്നേ. ഓക്കെ, അപ്പൊ ഇറ്റ്സ് എ സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എൻവയോൺമെന്റ്. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ എൻവയോൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സൈക്കോളജിക്കലി പ്രതിനിധീകരിക്കുന്നതാണ് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ലൈഫ് സ്പേസ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? എല്ലാത്തിനെയും, എവറിത്തിങ്, എല്ലാത്തിനെയും ഇൻവോൾവ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫ് സ്പേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഒരാളുടെ മോട്ടീവ്സ്, ബിഹേവിയേഴ്സ്, ഒരു പേഴ്സൺ, അയാളുടെ ഡ്രൈവ്സ്, അയാളുടെ മോട്ടീവ്സ്, ബിലീഫ്സ്,
thought tension towards and his physical environment. environment. കിട്ടിയല്ലോ 4 പോയിന്റും. 37 പേർക്കും 34 പേർക്കല്ല 35 പേർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുകയാണ്. The life space is surrounded by, ഇത് ലൈഫ് സ്പേസ് ആണ്. അവിടെ അദ്ദേഹം ഒരു സംഭവങ്ങൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ ഉണ്ടാക്കി, അതൊന്നും ഞാൻ വരച്ച് കാണിക്കുന്നില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് എന്താണെന്ന് പോയിന്റുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ഒരു എസ്സേ ഒന്നും എഴുതാൻ പോകുന്നില്ല, ജസ്റ്റ് ആ പോയിന്റുകൾ മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ലൈഫ് സ്പേസ് ഈസ് സറൗണ്ടഡ് ബൈ എ നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി കോൾഡ് ഫോറിൻ ഹൾ. ഇവിടെ നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി ഉണ്ട്, ലൈഫ് സ്പേസിനെ ചുറ്റിയുള്ള നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഫോറിൻ ഹൾ എന്ന് പറയുന്നത്. ഫോറിൻ ഹൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ലൈഫ് സ്പേസിനെ ചുറ്റി, ലൈഫ് സ്പേസ് ഈസ് സറൗണ്ടഡ് ബൈ എ നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി ദാറ്റ് ഈസ് കോൾഡ് ഫോറിൻ ഹൾ. എന്താണ് ഫോറിൻ ഹൾ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ലൈഫ് സ്പേസിനെ ചുറ്റിയുള്ള ബൗണ്ടറിക്ക് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് കോൾഡ് ഫോറിൻ ഹൾ എന്ന് പറയുന്നു. ദ ലൈഫ് സ്പേസ് ഈസ് സറൗണ്ടഡ് ബൈ എ നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി ദാറ്റ് ഈസ് കോൾഡ് ഫോറിൻ ഹൾ. അത് സ്പെസിഫൈ ചെയ്യുക, ചുമല മഷിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കണം. എന്താണ് ഫോറിൻ ഹൾ എന്ന് ചോദിച്ചാൽ, ഷിൻസി ക്ലിയർ ആവുന്നുണ്ടോ? ഫോറിൻ ഹൾ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത് ലൈഫ് സ്പേസ് ഈസ് സറൗണ്ടഡ് ബൈ എ നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് വെരി ഗുഡ്, ഫോറിൻ ഹൾ എന്ന് പറയാം. ദാറ്റ് ഈസ് കോൾഡ് ഫോറിൻ ഹൾ എന്ന് പറയുന്നു. ദ പേഴ്സൺ ഈസ് often represented as a point moving about in his life space. A person represent as a point, ഒരു ബിന്ദു, ഒരു കേന്ദ്രമായിട്ടാണ് അല്ലെ ഒരു ബിന്ദുവായിട്ടാണ് പലപ്പോഴും ഒരു വ്യക്തി പ്രതിനിധീകരിക്കുന്നത്. ദാറ്റ് മൂവിങ് അബൌട്ട് ഇൻ ഹിസ് ലൈഫ് സ്പേസ്, അവന്റെ ജീവിത സ്ഥലത്ത് അല്ലെങ്കിൽ ആ ജീവിത രംഗത്ത് സഞ്ചരിക്കുന്ന ഒരു ബിന്ദു അല്ലെ ഒരു കേന്ദ്രം എന്ന രീതിയിലാണ് പേഴ്സൺ അവിടെ മിക്കപ്പോഴും പ്രതിനിധീകരിക്കുന്നത്. പേഴ്സൺ always, the person frequently or a person always represent as a point that moving in his life space. അയാളുടെ ലൈഫ് സ്പേസിൽ ചലിക്കപ്പെടുന്ന ഒരു ബിന്ദുവിന്റെ സ്ഥാനം എന്നുള്ള ഒരു ബിന്ദുവായിട്ടാണ് അല്ലെ ഒരു കേന്ദ്രമായിട്ടാണ് ഒരു വ്യക്തി എപ്പോഴും പ്രതിനിധീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദ പേഴ്സൺ ഈസ്, അത് ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, ജസ്റ്റ് അങ്ങ് പറയുന്നു. ആ വ്യക്തിയുടെ സ്ഥാനം, ഫീൽഡ് തിയറിയിൽ വ്യക്തിയുടെ സ്ഥാനം ആസ് എ പോയിന്റ് എന്നുള്ള രീതിയിൽ, ഒരു കേന്ദ്ര ബിന്ദു എന്നുള്ള രീതിയിലാണ്, അത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ പേഴ്സൺ ഈസ് ഓഫൺ റെപ്രസെന്റഡ് ആസ് എ പോയിന്റ് മൂവിങ് ടുവാർഡ്സ് ഓർ മൂവിങ് അബൌട്ട് ഇൻ ഹിസ് ലൈഫ് സ്പേസ്. അയാളുടെ ജീവിതത്തിൽ ഉടനീളം സഞ്ചരിക്കുന്ന അല്ലെ ചലിക്കുന്ന ഒരു ബിന്ദുവിന്റെ പൊസിഷൻ, ആ ഒരു അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് അല്ല. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, ഫോറിൻ ഹൾ എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കോളജിക്കലി എ പേഴ്സൺ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 components. സൈക്കോളജിക്കലി 2 കമ്പോണൻസിലാണ് മനുഷ്യന്റെ 2 കമ്പോണൻസ് അല്ലെ മനുഷ്യന്റെ 2 പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. ഒന്ന് മോട്ടോർ പെർസെപ്ഷ്യൽ സ്ട്രാറ്റം. മോട്ടോർ പെർസെപ്ഷ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ സൈക്കോളജിക്കലി ദ പേഴ്സൺ ഈസ് ഡിവൈഡഡ് ഇൻടു 2 components. The first one is motor perceptual stratum, stratum. ഒന്ന് മോട്ടോർ പെർസെപ്ഷ്യൽ സ്ട്രാറ്റം, 2 ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റം. ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റം. Psychologically, the person is composed of 2 components, which are, the first one is motor perceptual stratum, 2 inner personal stratum. ഒന്നാമത്തെ, the former represent a person abilities, ഒരു വ്യക്തിയുടെ കഴിവിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് motor perceptual stratum, that represent a person's abilities, and the latter represent a person needs. ലാറ്റർ, രണ്ടാമത്തേത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ആവശ്യത്തിനെയാണെങ്കിൽ ഒന്നാമത്തേത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ കഴിവിനെ, എബിലിറ്റീസിനെയാണെന്നാണ് പറയുന്നത്. സൈക്കോളജിക്കലി എ പേഴ്സൺ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 components which are, the first one is motor perceptual stratum, 2 inner personal stratum. The first one is represented a person's abilities and the latter one is represented a person's
എ പേഴ്സൺസ് നീഡ്സ്. ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളെയും ഒരു വ്യക്തിയുടെ കഴിവിനെയും ഇൻവോൾവ് ചെയ്യുന്നതാണ് ഈ രണ്ട് സ്ട്രാറ്റംസ് അല്ലെ രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയോ? അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നു ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? പെർസെപ്ഷൻ ഓർഗനൈസ്. ഞാൻ ചോദിക്കാം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോന്ന് ലെഫ്റ്റ് അടിക്കാൻ തുടങ്ങുവേ ഇവിടുന്ന്. സിനില ബെന്നി അൺമ്യൂട്ട് ചെയ്യും മോളെ. സിനില ശാലിനി KG ശാലിനി പറയൂ. ഫീൽഡ് തിയറി അനുസരിച്ച് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ് കുഞ്ഞേ? It is a process of perceptual organization. ബുക്കി നോക്കുന്നുണ്ടോ? ഇല്ല. ബുക്കി നോക്കല്ല, അത് എന്താണ് അല്ലേ? ഓക്കെ. അപ്പൊ അക്കോർഡിംഗ് ടു ഫീൽഡ് തിയറി ലേണിംഗ് ഇസ് എ പ്രോസസ് ഓഫ് perceptual organization. പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്ത് പറയും? Reorganization of one's life. റീഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്പേസ്. അങ്ങനെയാണെങ്കിൽ ലൈഫ് സ്പേസ് എന്തുവാണ്? Life space is the all around environment of a person. Very good. സുരഭി ഫീൽഡ്. സുരഭി അൺമ്യൂട്ട് ചെയ്യൂ, വരൂ ഫ്രണ്ടിലേക്ക്. സുരഭി റെഡി? ഞാനിപ്പോ ജോയിൻ ചെയ്തതേ ഉള്ളൂ മിസ്, ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ. രജിത Yes, സോഷ്യൽ ma'am. സയൻസിലെ രജിത. ഓക്കെ. ഫീൽഡ് ഓർ ലൈഫ് സ്പേസ് എന്തിന്റെ റെപ്രസെന്റേഷൻ ആണ് കുഞ്ഞേ? Individual environment. കൊല്ലും. ഇൻഡിവിജ്വൽ എൻവയോൺമെന്റിനെ കാണിക്കുന്ന എന്തിന്റെ റെപ്രസെന്റേഷൻ ആണ്? Psychological representation. സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എൻവയോൺമെന്റ്. ഇനി ഇവിടെ പറയുന്നത് ലൈഫ് സ്പേസിനെ സറൗണ്ട് ചെയ്ത് എന്തോ ഉണ്ട്, അത് എന്തുവാ? Foreign hull. അതെന്തുവാ ഫോറിൻ ഹള്ള്? Psychological boundary. സൈക്കോളജിക്കൽ ബൗണ്ടറി ആണോ? അല്ല, ഞാൻ എന്ത് കാണിക്കാൻ അറിയാമോ ഞാൻ? സൈക്കോളജിക്കൽ ബൗണ്ടറി ആണോ? Non-psychological boundary. നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി ആണ്. സഞ്ജയിനെ കാണാൻ പോലും ഇല്ലല്ലോ. അന്ന് വന്നതാണ്, അന്ന് വന്നതിന് ശേഷം പിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഓക്കെ. രണ്ട് കമ്പോണൻസ് ഉണ്ട്. സഞ്ജയ് വരൂ, പോവല്ലേ. രണ്ട് കമ്പോണൻസ് ഉണ്ട്. അൻസു ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോളെ. രണ്ട് കമ്പോണൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? സൈക്കോളജിക്കലി എ പേഴ്സൺ ഈസ് കമ്പോസ്ഡ് ഓഫ് ടു കമ്പോണൻസ്. ഏതൊക്കെയാണ് സഞ്ജയ്? മോട്ടോർ പെർസെപ്ഷൻ സ്ട്രാറ്റം. മോട്ടോർ പെർസെപ്ഷൻ സ്ട്രാറ്റം ആൻഡ് ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റം. വെരി ഗുഡ്. അൻസു, എന്താണ് ഈ മോട്ടോർ പെർസെപ്ഷൻ സ്ട്രാറ്റത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? എന്താണ്? പേഴ്സൺസ് എബിലിറ്റി. ആൻഡ് ഷൈജ, എന്താണ് ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ഷൈജ? പേഴ്സൺസ് നീഡ്സ്. പേഴ്സൺസ് നീഡ്സ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കിട്ടി. ലൈഫ് സ്പേസിന് നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി ഉണ്ട് ലൈഫ് സ്പേസിന് ചുറ്റും. അതിനെ ഫോറിൻ ഹൾ എന്ന് പറയുന്നു. അത് കൂടാതെ രണ്ട് എന്തുണ്ട്? കമ്പോണൻസ് ഉണ്ട്. ഒന്ന് മോട്ടോർ പെർസെപ്ഷൻ സ്ട്രാറ്റം, രണ്ട് മറ്റേ പറയുന്നു ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റം എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ ഇത്രയും പ്രധാനമായിട്ട് ഓരോ പോയിന്റും ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് ചോദിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമ്മൾ അതങ്ങ് കവർ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. എ പേഴ്സൺ ഇൻ ദ ലൈഫ് സ്പേസ് ഈസ് ഓൾവേസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് certain psychological forces called vectors. ഇനി അടുത്ത ഒരു പോയിന്റ് പഠിക്കുകയാണ്. ഫോറിൻ ഹൾ കഴിഞ്ഞു, രണ്ട് കമ്പോണൻസ് പഠിച്ചു. ഇനി അടുത്ത നമ്മൾ ഒരു പോയിന്റ് പഠിക്കുകയാണ്. vectors, VECTORS, vectors. A person in the life space is always under the influence of certain psychological forces. ഒരു വ്യക്തി ഒരു ജീവിത രംഗത്ത് നിരവധി സൈക്കോളജിക്കൽ ഫോഴ്സസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് മൂവ് ചെയ്യുന്നത്. ഇതിനെ പറയുന്നതാണ് വെക്ടേഴ്സ്, VECTORS, വെക്ടേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പേഴ്സൺ ഇൻ ദ ലൈഫ് സ്പേസ് ഈസ് ഓൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ സർട്ടൈൻ സൈക്കോളജിക്കൽ ഫോഴ്സസ്, ദാറ്റ് ഈസ് കോൾഡ് വെക്ടേഴ്സ്. അപ്പം സൈക്കോളജിക്കൽ ഫോഴ്സസ് ഇൻ ദ ലൈഫ് സ്പേസ് ഈസ് കോൾഡ് വെക്ടേഴ്സ് എന്ന് വേണമെങ്കിലും ഒറ്റ വാക്കി നമുക്ക് ചുരുക്കി പറയാം. എ പേഴ്സൺ ഹു ഫേസസ് in his life space
case, a person who faces a lot of psychological influences, that is called a vectors എന്നറിയപ്പെടുന്നു. അപ്പൊ ആ ഒരു ജീവിത രംഗത്ത് ആ വ്യക്തി നേരിടുന്ന സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസസിനെ അല്ലെങ്കിൽ ആ ഫോഴ്സസിനെ പറയുന്നതാണ് വെക്ടേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ദ വെക്ടേഴ്സ് ഫോഴ്സ് ദാറ്റ് കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് എ പേഴ്സൺ ടുവാർഡ് എ ഗോൾ. അപ്പൊ ഈ വെക്ടേഴ്സ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഈ സൈക്കോളജിക്കൽ ഫോഴ്സിന് മറ്റൊരു പേരാണ് വെക്ടേഴ്സ് ഫോഴ്സ്. ഈ സൈക്കോളജിക്കൽ ഫോഴ്സിന് പറയുന്നു വെക്ടേഴ്സ് എന്ന് പറയുന്നു. ഈ വെക്ടേഴ്സ് ഫോഴ്സ് ആണ് ഒരു വ്യക്തിയെ അയാളുടെ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യിക്കുന്നത്, അല്ലെ വ്യക്തി ആ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ഈ വെക്ടേഴ്സ് ഫോഴ്സ് ആണെന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ വെക്ടേഴ്സ് ഫോഴ്സ് ദാറ്റ് കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് എ പേഴ്സൺ ടുവാർഡ്സ് ദ ഗോൾ. ഒരു വ്യക്തിയെ അയാളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് എന്താണെന്നാ പറയുന്നത്? ഈ വെക്ടേഴ്സ് ഫോഴ്സ് ആണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അവരുടെ ജീവിത രംഗത്ത് ഒരു സൈക്കോളജിക്കൽ ഫോഴ്സ് ഉണ്ടാവാം. ആ ഒരു സർട്ടൈൻ സൈക്കോളജിക്കൽ ഫോഴ്സിനെയാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. This vectors force leads a person to move towards a goal. ഒരു ലക്ഷ്യത്തിന് നേരെ അല്ലെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ഈ വെക്ടേഴ്സ് ഫോഴ്സ് ആണെന്നാണ് പറയുന്ന ഒരു പഠിതാവിനി. ഓക്കെ, ഇനി അടുത്തത് പറയുന്നു. ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി ലെവിന്റെ കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ബൈഹാർട്ട് ആയി, അല്ലെ ഇത്രയും പോയിന്റുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പോവുകയാണ്. അക്കോർഡിംഗ് ടു ലെവിൻ, ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. വൈജ്ഞാനിക ഘടനയിൽ ഉണ്ടാവുന്ന മാറ്റമാണ് എന്ത്? ഈ പഠനം എന്ന് പറയുന്നു. ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. അക്കോർഡിംഗ് ടു ലെവിൻ, ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. ഈ പഠനം എന്ന് പറയുന്നത് വൈജ്ഞാനിക ഘടനയിൽ ഉണ്ടാവുന്ന മാറ്റമാണെന്ന് പറയുന്നു. ദാറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ലൈഫ് സ്പേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ആ ചേഞ്ച് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ലൈഫ് സ്പേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിയുടെയും ജീവിത രംഗത്തിന്റെ ഘടനയ്ക്കനുസരിച്ചാണ് വൈജ്ഞാനിക ഘടനയിൽ മാറ്റം സംഭവിക്കുന്നത്. According to Levin, learning is the changes of cognitive structure. That change in the structure of a life space of the individual. That is the change in the structure of a life space of the individual. ഓരോ പഠിതാവിന്റെ ലൈഫ് സ്പേസിന് അനുസരിച്ചായിരിക്കും അവരുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എന്തുണ്ടാവുന്നത്, ചേഞ്ചസ് വരുന്നത് എന്നാണ് പറയുന്നത്. A change in the structure of life space occurs when the person move from one region of the life space to another. നമ്മളിപ്പം നമ്മുടെ ലൈഫ് സ്പേസിലെ ഏതെങ്കിലും ഒരു സ്പേസ് അല്ലെ ഏതെങ്കിലും ഒരു റെജിനിൽ നിന്ന് മറ്റൊരു റെജിനിലേക്ക് മാറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ ചേഞ്ചസ് ഉണ്ടാവുന്നത്. The changes of the structure of the life space. ഈ ലൈഫ് സ്പേസിന്റെ സ്ട്രക്ചർ മാറുക, ജീവിത രംഗത്തിന്റെ സ്ട്രക്ചർ മാറുക എന്ന് പറയുന്നത് നമ്മൾ ഒരു റെജിൻ ഓഫ് ലൈഫ് സ്പേസിൽ നിന്നും അനദർ റെജിനിലേക്ക് മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക് മാറുമ്പോൾ, ഇപ്പൊ സുകന്യ അവിടെ തന്നെ ഇരുന്നാണ് പഠിക്കുന്നത്, എന്നും നാളെ ഓർക്കണം ജനലിന്റെ ചോട്ടിലേക്ക് മാറിയിരുന്ന് പഠിക്കാം, ഒരു വ്യത്യാസം സംഭവിക്കും അല്ലെ? അത്രയും നാളും സംഭവിച്ചിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് മറ്റൊരു വ്യത്യാസം. കുറച്ചുകൂടെ ചിലപ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡൾ ആയിട്ട് പോകും. ഇപ്പൊ ഇരിക്കുന്ന സ്പേസിൽ നിന്ന് മാറുമ്പോൾ കുറച്ചുകൂടെ ഡൾ ആയി പോകും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ലൈഫ് സ്പേസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഈ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിന് ആധാരമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു എ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ലൈഫ് സ്പേസ് occurs when the person move from one region of life space to another. ഇനി the movement of a person is decided. ഒരു വ്യക്തി അയാളുടെ ജീവിത രംഗത്തിൽ ജീവിത രംഗം എന്ന് പറയുന്ന ആ വ്യക്തിയാണ്, അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത് എന്ന് പറയുന്നത് ബൈ ദ വലൻസ് ഓഫ് ദ ഗോൾ. ബൈ ദ വലൻസ്, പുതിയൊരു വേർഡ് പഠിക്കാണ്, വലൻസ്, BALANCE, വലൻസ് ഓഫ് ദ ഗോൾ. ഇതിനെ അടിസ്ഥാനമാക്കി അല്ലെ ഇതിനാലാണ്, ദാറ്റ് മീൻസ് വലൻസ് എന്നാൽ അട്രാക്ടിങ് ഓർ റീപില്ലിങ് ദ ഗോൾ എന്നാണ് പറയുന്നത്. ഒന്നേ ഗോളിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗോളിനെ റീപില്ല് ചെയ്തുകൊണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്ക് പറയുന്ന ഒറ്റ പേരാണ് വലൻസ് എന്ന് പറയുന്നു. ദ മൂവ്മെന്റ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ ചലനം എന്ന് പറയുന്നത് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ വലൻസ് അട്രാക്ടിങ് ഓർ റീപില്ലിങ് ഓഫ് എ ഗോൾ. ഒരു വ്യക്തിക്ക് ആ ഒരു ലക്ഷ്യത്തോട് അട്രാക്ട് ചെയ്യുമെങ്കിൽ അത് പോസിറ്റീവ് വലൻസും, അതിനെ ആ ഗോളിനെ റീപില്ല് ചെയ്യുവാണെങ്കിൽ അത് നെഗറ്റീവ് വലൻസുമായി മാറുന്നു. അപ്പൊ ഇതിനെ നമ്മളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തെ ഒന്ന് കഷ്ടപ്പെട്ട് പറഞ്ഞു വരുമ്പോ ഇടയ്ക്ക് കയറി വരും അപർണ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഇതാണ്. ഒന്നുകൂടെ പറയാം കേട്ടോ, ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം, എല്ലാം പോട്ടെ. ഓക്കെ, ഇവിടെ ലെവിന്റെ അഭിപ്രായത്തിൽ
പഠനം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ചേഞ്ചസ് ഓഫ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ ആണ്. ചേഞ്ച് ഇൻ കോഗ്നിറ്റീവ് ടു ലെവൻ. ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ അക്കോർഡിംഗ് ടു ലെവൻ. ഇത് പറഞ്ഞു വരുന്നത് എഴുതുമ്പോൾ ലെവിനും ലേണിംഗും എല്ലാം കൂടെ ഒന്നിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, വിശ്വസിക്കരുത് കേട്ടോ. ഇതുകൊണ്ട് ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ കോഗ്നിറ്റീവ് സ്ട്രക്ചർ. ചേഞ്ച് ഇൻ കോഗ്നിറ്റീവ് സ്ട്രക്ചർ. ഇത് നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ വൈജ്ഞാനിക ഘടന ഇതാണെന്ന് വിചാരിക്കുക. നമ്മൾ പിയാഷയുടെ ഒക്കെ വൈജ്ഞാനിക ഘടന സിദ്ധാന്തം പഠിക്കുമ്പോൾ ഇതാണ് നമ്മുടെ വൈജ്ഞാനിക ഘടന. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ വൈജ്ഞാനിക ഘടനയാണ്. ഈ വൈജ്ഞാനിക ഘടനയിൽ പല കാര്യങ്ങൾ ഇങ്ങനെ അന്തർഭവിച്ച് കിടപ്പുണ്ടാവും അല്ലെ. നമുക്ക് അറിയാവുന്നതും അറിയത്തില്ലാത്തതും നമ്മൾ സാംശീകരിച്ച് അസിമിലേറ്റ് ചെയ്തിരിക്കുന്ന, അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും അടങ്ങിയതാണ് നമ്മുടെ വൈജ്ഞാനിക ഘടന. പഠനം എന്ന് പറയുന്നത് ഈ വൈജ്ഞാനിക ഘടനയിലുള്ള ചേഞ്ചസ് അല്ലെ മാറ്റമാണെന്നാണ് ആര് പറയുന്നത്? ഈ ലെവിൻ പറയുന്നത്. ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ കോഗ്നിറ്റീവ് സ്ട്രക്ചർ. These changes in the structure of the life space of the individual. ഈ ചേഞ്ചസ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ ലൈഫ് സ്പേസിലും ചേഞ്ചസ് ഉണ്ടാവണം. ലൈഫ് സ്പേസിലും ചേഞ്ചസ് ഉണ്ടായാൽ മാത്രമേ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലും എന്തുണ്ടാവുകയുള്ളൂ? ചേഞ്ചസ് വരുത്തുകയുള്ളൂ. കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ചേഞ്ചസ് വന്നാലേ പഠനം നടക്കുകയുള്ളൂ എന്നാണ് കർട്ട് ലെവിൻ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? സുഗനിക്ക് എന്ത് പറ്റി മക്കളെ? സുഗനിയെ പോട്ടെ, ഷൈജിക്ക് മനസ്സിലാകാഴികയുണ്ടോ? മനസ്സിലാവുന്നുണ്ട്? പക്ഷെ നോട്ട് കിട്ടുന്നില്ല. അത് സാരമില്ല, നോട്ട് PDF ഉണ്ട്, തന്നോളും, ടീച്ചർ തന്നോളും. ലെക്ചർ നോട്ടായിട്ട് എഴുതി വെച്ചാൽ മതി. ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് എഴുതിയാൽ മതി. ഇതെല്ലാം വലിച്ചു വാരി പഠിക്കേണ്ട. ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് ഓർത്തെഴുതാൻ മാത്രം മതി. നിങ്ങൾക്ക് ഇത് വലിച്ചു വാരി എസ്സേ എഴുതാനോ ഒന്നുമല്ല. ഒരു മാർക്കിനായിരിക്കും വരുന്നത്. എന്താണ് വെക്ടർ, എന്താണ് ഫോറിൻകൾ എന്നുള്ളത് മാത്രം എന്താണെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. മനസ്സിലായോ? അപ്പൊ ആ പോയിന്റ് എഴുതിയിട്ട് ആ പോയിന്റിന് നേരെ ഇംഗ്ലീഷിൽ ആ ടേംസ് മാത്രം എഴുതി വെച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ആവശ്യമായിട്ട് വലിച്ചു വാരി പഠിക്കേണ്ട കേട്ടോ. ഇപ്പൊ ഗാഗിനയുടെ പഠിച്ചപ്പോൾ SSC BMC PP ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി പഠിച്ചപ്പോൾ സുൽത്താനെ വെച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളിൽ അദ്ദേഹം എന്താണോ കണ്ടെത്തിയത് അത് മാത്രം. ഇനി പാവ്ലോവിന്റെയും പിയാഷയുടെയും സ്കിന്നറിന്റെ ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് നിന്നുണ്ടാവുന്ന ആ തിയറീസ് മാത്രം പഠിച്ചാൽ മതി. തോണ്ടേക്കിന്റെ ആണെങ്കിൽ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. Law of exercise is divided into two, law of use and law of disuse. ഇനി അതിന്റെ കമ്പോണന്റ്, അത് സബോർഡിനേറ്റ് തിയറി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റെസ്പോൺസ് തിയറി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സബോർഡിനേറ്റ് തിയറി ഒരു 6 എണ്ണം പഠിക്കാനുണ്ട്. പാവ്ലോവിലേക്ക് വരികയാണെങ്കിലും എക്സ്റ്റൻഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി, ദെൻ അടുത്തെന്താ ഡിലൈഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്, സ്റ്റിമുലസ് ജനറലൈസേഷൻ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനെ കുറച്ച് തിയറീസ് മാത്രം. ആ ഒരു ലോസ്, അദ്ദേഹം ആ ഒരു സിദ്ധാന്തത്തിൽ നിന്ന് നായയെ വെച്ചുകൊണ്ടുണ്ടാക്കിയ കുറച്ച് ലോസ്, അത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. വേറൊന്നും ഇതിനകത്ത് ഒരു കണ്ടന്റും ഇല്ല നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കാൻ വേണ്ടി. കേട്ടല്ലോ? ഇപ്പൊ മുഖം ചുളിയുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി എന്തോ മനസ്സിലാകാഴികയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ പറയാം. കർട്ട് ലെവിന്റെ അഭിപ്രായത്തിൽ പഠനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചേഞ്ച് ഇൻ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ആണ്. ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്പേസിലെ ചേഞ്ചസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. നമ്മുടെ ജീവിത രംഗത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലെ മാറ്റം നിലനിൽക്കുന്നത്. ക്ലിയർ അല്ലേ? എത്രയും അപർണ ഒന്ന് തലയാട്ട് കുഞ്ഞേ. ക്ലിയർ? ഓക്കെ. ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക, അല്ലെ മെസ്സേജ് ഇട്ട് ചോദിക്കണം കേട്ടോ. രണ്ടാമത് പറയുന്നു, ദ മൂവ്മെന്റ് ഓഫ് എ പേഴ്സൺ ഈസ് ഡിസൈഡഡ് ബൈ വലൻസ്. അതായത് നമ്മുടെ ലൈഫ് സ്പേസിൽ നമ്മുടെ തോട്ടും നമ്മുടെ ലീഫും നമ്മുടെ ടെൻഷനും നമ്മുടെ ബിലീഫും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഈ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ഞാൻ നന്നാവണമെന്നുണ്ടെങ്കിൽ, അല്ലെ എനിക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? എന്നെ ഡിറക്റ്റ് ചെയ്യുന്ന ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വേണം. ഓക്കെ, വലൻസ് ഓഫ് ദ ഗോൾ. ഒന്നേ ഞാൻ അതിനെ അട്രാക്ട് ചെയ്യണം, എനിക്ക് ആ ലക്ഷ്യം വേണം എന്നായിരിക്കണം. അല്ലെ ഞാൻ അതിനെ റീപ്പിൽ ചെയ്യണം, അതിനെ തള്ളിക്കളയണം. ഈ രണ്ടും കൂടുന്നതാണ് വലൻസ് എന്ന് പറയുന്നത്. VALANCE, വലൻസ്. വലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ എന്റെ ലൈഫ് സ്പേസിൽ നിന്ന് മൂവ്മെന്റ് നടക്കുകയുള്ളൂ. ദ മൂവ്മെന്റ് ഓഫ് എ പേഴ്സൺ ഈസ് ഡിസൈഡഡ് ബൈ ദ വലൻസ്. വലൻസ് മീൻസ് അട്രാക്ടിങ് ഓർ റീപ്പില്ലിംഗ് ദ ഫോഴ്സ് ഓഫ് ദ ഗോൾ. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരുപക്ഷെ അത് അട്രാക്ടിങ് ഫോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിപ്പിൽ എനിക്കത് വേണ്ട എന്നുള്ള രീതിയിലാണ് ഫോഴ്സ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ മൂവ്മെന്റ് ആ രീതിയിലായിരിക്കാം. അതല്ല എനിക്കത് വേണം എന്നാരെങ്കിലോ ഞാൻ ആ രീതിയിലായിരിക്കാം പ്രതികരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി അടുത്തത് പറയുന്നു, when the person is attracted by a goal. ഒരു വ്യക്തി ഈ ലക്ഷ്യത്താൽ അട്രാക്റ്റഡ് ആവുകയാണെങ്കിൽ
it is said to have a positive valence. ഒരു ലക്ഷ്യത്താൽ ആ വ്യക്തി അട്രാക്റ്റഡ് ആണ്, എനിക്ക് ആ ലക്ഷ്യം നേടണം എന്നുള്ളതാണ് അയാളുടെ മൈൻഡ് എങ്കിൽ that is called a positive valence. If a person is repelled by the goal, that is called a negative valence. ഒരു വ്യക്തി അതിനാൽ അട്രാക്റ്റഡ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് വലൻസ് എന്നും, നെഗറ്റീവ് ആണ് റിപ്പിൾഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം? നെഗറ്റീവ് വലൻസ് എന്നും പറയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഒരു വ്യക്തി ഈ രണ്ട് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന അട്രാക്റ്റിംഗ് വലൻസും ഉണ്ട്, റീപ്പില്ലിംഗ് വലൻസും ഉണ്ട്. ഉണ്ടെന്ന് കണ്ടല്ലോ. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഈ ദ പേഴ്സൺ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ വലൻസ് അറ്റ് എ ടൈം. ഇവിടെ ഞാനിപ്പോ എന്ത് ചെയ്തു? സുകന്യയ്ക്കും ഷൈജയ്ക്കും അപർണയ്ക്കും എനിക്കും ഒക്കെ ആയിട്ട് ഞാൻ കുഴിമന്തിയും വെച്ചു, ചിക്കൻ ബിരിയാണിയും വെച്ചു. ഓക്കെ, കുഴിമന്തിയും വെച്ചു, ചിക്കൻ ബിരിയാണിയും ഈ ക്ലാസ് കഴിയുമ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ പാഴ്സൽ വന്ന് നിൽക്കുകയാണ്. ദൈവമേ വരട്ടെ. അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. മിനി നോക്കുക വാതിക്കലോട്ടോ ഉണ്ടോന്ന്. അയ്യോ, ഇങ്ങനെ ഒരു സാധനം. അപ്പോ അടുത്തത് നിങ്ങൾക്ക് HSA എഴുതി കിട്ടി. HSA സോഷ്യൽ സയൻസുകാർക്ക് സോഷ്യൽ സയൻസിന് 10ാമത്തെ റാങ്കിനുള്ളിൽ കിട്ടി. ഓക്കെ, അപർണ പോയി പത്രം നോക്കി, അല്ലെങ്കിൽ റാങ്കിൽ വന്നപ്പോൾ ഇതേ കിടക്കുന്ന 3ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും, സുകന്യയ്ക്കും ഷൈജയ്ക്കും മിനിക്കും അതുപോലെ തന്നെ സുരഭിക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കാം. സോഷ്യൽ സയൻസിന് HSAക്ക് അല്ലെ നാച്ചുറൽ സയൻസിൽ HSAക്ക് നല്ല റാങ്ക് നിങ്ങൾക്ക് കിട്ടി. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? വെറുതെ ഡിഗ്രി പ്രിലിംസ് എഴുതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും കിട്ടി. ഓക്കെ, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അഡ്വൈസും വന്നു, HSAയുടെ അഡ്വൈസും വന്നു. എന്തായിരിക്കും മാനസികാവസ്ഥ? ഇത്രോ നാളും പണിയില്ലാതെ ഇതിലെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ആർക്ക് തന്നെ വേണ്ടായിരുന്നു, വന്നപ്പോ ഇതേ വാരിക്കോരിയ വരുന്നേ. അവിടെ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു സംഘർഷം ഉണ്ടാകും, ഇല്ലേ? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇതിലേത് വേണം? നമ്മൾ ഈ 2 അഡ്വൈസും വെച്ചിട്ട് അക്കുത്തിക്കുത്താന വരുമ്പോ കല്ലേ കുത്ത് കടിങ്കുത്ത് ജീപ്പ് വെള്ളം എന്ന് പറഞ്ഞങ്ങ് തുടങ്ങാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിൽ അല്ലെ നമ്മൾ എന്ന വ്യക്തിയിൽ ധാരാളം വലൻസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഫോഴ്സിങ് ഉണ്ട്. ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ ഇഷ്ടംപോലെ വലൻസ് ഉണ്ട്, ഇല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും 2 സ്റ്റോപ്പ് ഉണ്ട്, നമ്മളൊരു ബസ്സിൽ കയറി നമ്മുടെ വീട്ടിലേക്ക് ചെന്നിറങ്ങാൻ 2 സ്റ്റോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം? നമ്മൾ അതിന് മുമ്പുള്ള ഒരു സ്റ്റോപ്പിൽ ഇവിടെ ഇറങ്ങണം, അപ്പുറത്തിറങ്ങി 2 നാരങ്ങ മിഠായി ഒക്കെ എടുത്ത് വായിൽ ഇട്ടുകൊണ്ട് പോകാം. ഇങ്ങനെയുള്ള ചിന്താഗതി വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പലപ്പോഴെങ്കിലും? 2ാമത്തെ കാര്യം, കൂട്ടുകാരുമായിട്ട് വീട്ടിൽ അറിയാതെ ഒന്ന് സിനിമയ്ക്ക് പോവുക. സിനിമയ്ക്ക് പോയി എന്ന് അച്ഛൻ അറിഞ്ഞാൽ അച്ഛൻ എന്നെ സത്യമായിട്ടും വഴി പിടിച്ച് തല്ലും. അപ്പൊ ഇതിൽ ഏത് വേണം? ഒന്ന് സിനിമയ്ക്ക് പോകാതെ ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും, എന്നിട്ട് അച്ഛന്റെ ശകാരം കേൾക്കണോ? ഇവിടെയൊക്കെ നമുക്ക് എന്തുണ്ടാവാം? ഒരു മാനസിക സംഘർഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ്. അപ്പൊ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ ധാരാളം വലൻസുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഒത്തിരി അധികം. ഇപ്പൊ നിലവിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും അടുക്കളയിൽ കറി ആയിട്ടില്ല, എന്നാൽ ഒരു ഓട്ടുമോര് കാച്ചിയേക്കാം, അല്ലെങ്കിൽ എന്താണ് എന്നതെങ്കിലും മെഴുക്കുപരട്ടി, ഇപ്പൊ ഉള്ളി അരിഞ്ഞത് ഫ്രിഡ്ജിലുണ്ടല്ല, തേങ്ങ ചുരണ്ടിയതുണ്ട്, അപ്പൊ അതെന്താ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ചമ്മന്തി ഒക്കെ ആക്കാം. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം എന്നൊരു നിസ്സാരം ആ കാര്യത്തിൽ പോലും നമ്മുടെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്, ഇല്ലേ? അതെല്ലാം എന്തിന്റെയാണ്? വലൻസ് ആണ്. നമ്മുടെ ലൈഫ് സ്പേസിൽ ഉണ്ടാവുന്ന വലൻസിന്റെ റിസൾട്ട് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവുന്നു? കോൺഫ്ലിക്റ്റ് അഥവാ മാനസിക സംഘർഷം ഉണ്ടാകുന്നു. പ്രധാനമായിട്ടും ലെവിന്റെ അഭിപ്രായത്തിൽ 3 തരം കോൺഫ്ലിക്റ്റ് ആണുള്ളത്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആൻഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഈ 3 തരം കോൺഫ്ലിക്റ്റുകൾ അല്ലെ 3 തരം മാനസിക സംഘർഷമാണ് ഒരു വ്യക്തിക്കുള്ളത്. ബേസ്ഡ് ഓൺ എ വലൻസ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വലൻസ്, നിരവധി വലൻസുകൾ അല്ലെ നിരവധി ഇൻഫ്ലുവൻസുകൾ, ഗോളിലേക്കുള്ള ഇൻഫ്ലുവൻസസ് നമുക്കുണ്ടാവും. അറ്റ് എ ടൈം, ഒരേ സമയത്ത് ഉണ്ടാവാം. ആ സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആ വലൻസസ് എല്ലാം നമ്മളെ എന്തിലേക്കാണ് നയിക്കുന്നത്? ഒരു കോൺഫ്ലിക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു മാനസിക സംഘർഷത്തിലേക്ക് നയിക്കും. പ്രധാനമായിട്ടും ലെവിന്റെ അഭിപ്രായത്തിൽ 3 മാനസിക സംഘർഷമാണുള്ളത്. ഒന്ന് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, ഒന്നാമത്തേത് വരുന്നു അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. 2 അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. 3 അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്.
കോൺഫ്ലിക്റ്റ്. ഈ 3 തരം മാനസിക സംഘർഷം അഥവാ കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഈ അപ്രോച്ച് എന്ന് പറയുന്നതാണ്, ഞാൻ പറഞ്ഞു കുഴിമന്തിയും ബിരിയാണിയും നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഏത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ള സംഘർഷം. 2 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും കിട്ടി, HSAയും കിട്ടി. ഇതിൽ ഏത് വേണം, പോസിറ്റീവ് ആയിട്ടുള്ള 2 ബാലൻസിൽ ഏത് വേണം ഞാൻ തിരഞ്ഞെടുക്കാൻ എന്ന് നിങ്ങൾക്കുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ്, അതിനെയാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയോ? 2 പോസിറ്റീവ് ബാലൻസുകളിൽ ഏത് വേണം ഞാൻ തിരഞ്ഞെടുക്കാൻ എന്ന് നിങ്ങൾക്കുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത് വരുന്ന അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റിൽ എന്താണ് വരുന്നത്? ഇവിടെ കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അച്ഛന്റെ ശകാരം കേൾക്കുമോ എന്നുള്ള പേടിയുമുണ്ട്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ബാലൻസ്, അച്ഛന്റെ ശകാരം കേൾക്കണ്ട എന്നുള്ളതും, ഇനി സിനിമയ്ക്ക് പോയതിന് ശേഷം വന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ലിക്കിട്ടും എന്നുള്ള ഒരു ഇതും, ആ 2 കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇതിൽ ഏത് തെരഞ്ഞെടുക്കണം? ഇത് പോസിറ്റീവ് പോകാതെ വീട്ടിലേക്ക് പോണോ, ഇല്ല നെഗറ്റീവായിട്ട് ഇത് തന്നെ തെരഞ്ഞെടുത്തിട്ട് ഞാൻ ചീത്ത കേൾക്കണോ? ഈ 2 സംഘർഷങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഒരു പോസിറ്റീവ് ബാലൻസും ഒരു നെഗറ്റീവ് ബാലൻസും. ക്ലിയർ? ഓക്കെ. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, മര്യാദയ്ക്ക് ഈ സാധനം എംബോസിഷൻ എഴുതിക്കോണം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തി കല്ലുപ്പിട്ടിട്ട് അതിന്റെ മോളിൽ മുട്ടയെ കൂട്ടി നിർത്തും എന്ന് ഞാൻ പറയുക നിങ്ങളോട്. എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ സംഘർഷം അനുഭവിക്കും. ഒന്നേ ടീച്ചർ 2 അടി തരും, അല്ലെന്നുണ്ടെങ്കിൽ ഈ എംബോസിഷൻ എഴുതിക്കൊണ്ട് പോകണം. അപ്പൊ അവിടെ 2 നെഗറ്റീവ് ആയിട്ടുള്ള ബാലൻസുകളിൽ ഏത് വേണം ഞാൻ തെരഞ്ഞെടുക്കാൻ? ഒന്നേ ടീച്ചറിന്റെ കായികമായിട്ടുള്ള ആ ഒരു പണിഷ്മെന്റ്, ഫിസിക്കൽ പണിഷ്മെന്റ് മേടിക്കാം, അല്ലെങ്കിൽ ഞാൻ എംബോസിഷൻ ഇരുന്ന് എഴുതണം. 2 നെഗറ്റീവ് ബാലൻസുകളിൽ ഏതാണോ ഞാൻ തെരഞ്ഞെടുക്കാൻ എന്റെ മനസ്സിലുണ്ടാവുന്ന സംഘർഷം, അതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട 3 കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾവേസ് വലൻസ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസസ് ഓഫ് എ വലൻസ് ആണ് ഈ കോൺഫ്ലിക്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ സംഘർഷത്തിലേക്ക് നയിക്കുന്നത്. ദാറ്റ് ഇറ്റ് മേ ബി പോസിറ്റീവ് വലൻസ് ഓർ ഇറ്റ് മേ ബി നെഗറ്റീവ് വലൻസ്. ഒന്നെങ്കിൽ പോസിറ്റീവ് വലൻസ് അല്ലെ നെഗറ്റീവ് വലൻസിന്റെ ഇൻഫ്ലുവൻസ് മൂലം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സംഘർഷമാണ് ഈ 3 തരം കോൺഫ്ലിക്റ്റുകൾ. ഓക്കെ, ക്ലിയർ? ഇനി കൺക്ലൂഡ് ചെയ്യാണ്. ചേഞ്ച് ഇൻ ദ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. ഫീൽഡ് തിയറിയിൽ പഠനം എന്ന് പറയുന്നത് ചേഞ്ചസ് ഓഫ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ആണ്. ബൈഹേർട്ട് ചെയ്ത് വയ്ക്കുക. ഫീൽഡ് തിയറിയിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. അക്കോർഡിംഗ് ടു ഫീൽഡ് തിയറി ലേണിംഗ് എന്ന് പറയുന്നത് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ പറയുന്നു, ലെവിന്റെ അഭിപ്രായത്തിൽ പറയുന്നു, അല്ലെ ലെവിൻ ഫീൽഡ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നു, ലേണിംഗ് ആസ് എ ചേഞ്ച് ഇൻ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. നമ്മുടെ വൈജ്ഞാനിക ഘടനയിൽ ഉണ്ടാവുന്ന മാറ്റമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ലേണിംഗ് അല്ലെ പഠനം എന്ന് പറയുന്നത്. ഇനി ലൈഫ് സ്പേസ് റിസൾട്ടിങ് ഫ്രം ദ ലൊക്കോമേഷൻ ഓഫ് എ പേഴ്സൺ ഫോർമൽ ഓർ റീജിയൻ ഓഫ് അനദർ. ഇത് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ലൈഫ് സ്പേസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുന്നത്. അത് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. പല വൊക്കാബുലറി യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദ ചേഞ്ചസ് ഇൻ ദ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ആർ കോസ്ഡ് ബൈ ദ വെക്റ്റർ ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ഇൻ സൈക്കോളജിക്കൽ ഫീൽഡ്. നമ്മൾ കണ്ടു, നമ്മൾ ഒരു വെക്റ്റർ ഫോഴ്സസിനാലാണ് നമ്മൾ ഒരു ഗോളിലേക്ക് ഡയറക്റ്റഡ് ആയി പോകുന്നത്, അല്ലെ? വെക്റ്റർ ഫോഴ്സ് ഉണ്ടാവും. ഒരു സൈക്കോളജിക്കൽ ഫോഴ്സിന് പറയുന്ന പേരാണ് വെക്റ്റർ ഫോഴ്സസ്. ദാറ്റ് ലീഡ്സ് അസ് ടുവാർഡ്സ് എ ഗോൾ. നമ്മളെ ഒരു ഗോളിലേക്ക് നയിക്കുന്നത് എന്താണ്? വെക്റ്റർ ഫോഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച കുറച്ച് പോയിന്റുകളാണ് ഇവിടെ കുറച്ച് സംജ്ഞകൾ, കുറച്ച് വേർഡ്സ് ആണ്. ഒന്നാമത്തേതാണ് ഫോറിൻ ഹൾ. ഒന്നാമത്തേതാണ് ഫോറിൻ ഹൾ. 2 മോട്ടോർ പെർസെപ്ഷൻ സ്ട്രാറ്റം. STRATUM. സ്ട്രാറ്റം. അടുത്തത് എന്താണ്? ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റം. അടുത്ത നമ്മൾ പറഞ്ഞത് എന്താണ്? വെക്ടേഴ്സ്. ഒരു മിനിറ്റ് മക്കൾ, പറഞ്ഞു. വെക്ടേഴ്സ് ഫോഴ്സ് എന്നുള്ളതിന്റെ മീനിങ് സൈക്കോളജിക്കൽ ഫോഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് റിലേഷൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. സൈക്കോളജിക്കൽ ഫോഴ്സ് ആണ്, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഇപ്പൊ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. മിസ്, ഒരു ഡൗട്ടും കൂടി ചോദിക്കട്ടെ?
സൈക്കോളജിക്കൽ ബൗണ്ടറി നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറിയും തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? സൈക്കോളജിക്കൽ ബൗണ്ടറി എന്ന് പറയുമ്പോൾ അതിന് എന്താണ് മനഃശാസ്ത്രപരമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി എന്നുള്ളത് ഫിസിക്കൽ എൻവയോൺമെന്റ് മാത്രം, ഭൗതികമായ പരിസ്ഥിതി മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വലൻസ് അല്ലേ നമ്മൾ കണ്ടത്? വലൻസ്. പിന്നെ എന്താ കണ്ടത്? ഇനി ഏതെങ്കിലും പുതിയ വേർഡ് പഠിച്ചോ? approach. 3 types of conflict. Cognitive structure പഠിച്ചില്ലേ? കോഗ്നിറ്റീവ് സ്ട്രക്ചർ പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചത്? കോൺഫ്ലിക്റ്റ് എന്നുള്ള ഒരു പദം പഠിച്ചു. പിന്നെ 3 തരം കോൺഫ്ലിക്റ്റ്, 3 ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് അല്ലേ? എന്ന് പറയുന്നത് എന്താണ്? ഫോറിൻ ഹള്ള്, ഫോറിൻ ഹള്ള് എന്താണ്? ലൈഫ് സ്പേസ് non psychological boundary. അല്ലേ? നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറിക്ക് പറയുന്നതാണ് ഫോറിൻ ഹൾ എന്ന് പറയുന്നു. ഗോപിക കിട്ടുന്നുണ്ടോ? ലിസി ശ്രദ്ധിക്കുന്നുണ്ടോ? നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറിക്ക് പറയുന്നതാണ് ഫോറിൻ ഹൾ. അങ്ങനെയാണെങ്കിൽ മോട്ടോർ പെർസെപ്ഷൻ സ്ട്രാറ്റം, ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റം എന്താണ്? Ability ആണ് motor person's ability. Inner personal stratum represent personal needs. എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? Components of 2 components of psychology. Lifespan components of a lifespan. 2 components of a person. 2 components of ഒരു വ്യക്തിയിലുള്ള 2 components ആണ്. ഏതൊക്കെ? മോട്ടോർ stratum, inner personal stratum. ഇനി ഷാനിബ, ബാക്കി എല്ലാവരും അൺമ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യൂ. ഷാനിബ പറയൂ, മോട്ടോർ പെർസെപ്ച്വൽ സ്ട്രാറ്റത്തിൽ എന്താണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? പേഴ്സൺസ് എബിലിറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്നർ പേഴ്സണൽ, ലിസി പറയണേ. ലിസി, ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റത്തിൽ എന്താണ് മക്കളെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? പേഴ്സന്റെ നീഡ്സ്, പേഴ്സൺസ് നീഡ്സ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. Then what is vector force? Vidya, what is vector force? What is vector force? വിദ്യ വിളിച്ചിട്ട് വരുന്നേ ഇല്ലല്ലോ. വിദ്യനെ ഒന്ന് വിളിക്കാൻ പറയണം. ഒരു സൈക്കോളജിക്കൽ ഫോഴ്സ് ആണ് വെക്ടർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതൊരു പേഴ്സന്റെ മൂവ്മെന്റ്സിനെ ബേസ് ചെയ്തിരിക്കുന്നു. എയിമിലോട്ടുള്ള ഒരു പേഴ്സന്റെ മൂവ്മെന്റ്സിനെ ബേസ് ചെയ്തിരിക്കുന്നതാണ് വെക്ടർ ഫോഴ്സ്. ലീഡ് ചെയ്യുന്നതാണ്. മാറ്റി എഴുതണേ. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാറ്റി എഴുതണം. ഒരു വ്യക്തിയുടെ ഗോളിലേക്ക് നയിക്കുന്നതാണ് എന്ത്? വെക്ടർ ഫോഴ്സ്. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ഫോഴ്സ്. ഇറ്റ് ലീഡ്സ് ടു എ പേഴ്സൺ ടുവാർഡ്സ് എ ഗോൾ. ഒരു ഗോളിലേക്ക് നയിക്കുന്നതാണ് എന്ത്? വെക്ടർ ഫോഴ്സ് എന്ന് പറയുന്നത്. Then what is valence? What is valence? ഞാൻ ചോദിക്കാം. സഫാനിയ. യെസ്, സഫാനിയ. അങ്ങനെയാണോ പറയണേ? കുഞ്ഞേ നൗഷി പറയൂ, എന്താണ് വലൻസ്? നൗഷി is not here. നൗഷില അൻസു പറയാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. വിളിക്കാത്തവരെ എല്ലാം ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. വിളിച്ചിട്ട് വരാത്തവരെ എല്ലാം എന്നിട്ട് ഞാൻ പിടിക്കാൻ നിങ്ങളുടെ മെന്ററിനോട് പറയുന്നുണ്ട്. ശരിയാക്കി തരാം ഞാൻ. ഷാനിബ പറയൂ, എന്താണ് വലൻസ്? ഷാനിബയോട് ഞാൻ ചോദിച്ചായിരുന്നു. ഇപ്പോ ചോദിച്ചു മിസ്. എന്നാ സന്ധ്യ വരൂ മക്കളെ. എന്താണ് വലൻസ്? സന്ധ്യ. attracting or repelling force
അട്രാക്ടിങ് ഓർ റിപ്പല്ലിംഗ് ഫോഴ്സ് ടു എ ഗോൾ, ഒരു ലക്ഷ്യത്തിലോട്ടുള്ള അട്രാക്ടിങ് ഓർ റിപ്പല്ലിംഗ് ഫോഴ്സിന് പറയുന്നതാണ് വലൻസ് എന്ന് പറയുന്നത്. ഈ വലൻസിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്നത്? മിനി പറയൂ, എന്താണ്? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ മക്കളെ. ഈ വലൻസിലൂടെ നമ്മളിൽ എന്താണ് ക്രിയേറ്റ്? കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. കോൺഫ്ലിക്റ്റ്. ഓക്കെ, എത്ര തരം കോൺഫ്ലിക്റ്റ് ഉണ്ട്? മിണ്ടാതിരി അവിടെ. നജിഹ മൊയ്തീൻ. പറ മക്കളെ. 3 types of conflict ഉണ്ട്. ഒന്ന് approach conflict, approach avoidance conflict. ഓക്കെ. ഇനി പ്രൂഡൻസ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബോത്ത് പോസിറ്റീവ് ആയിട്ടിരിക്കുമ്പോ അതാണ്. കുഞ്ഞെ, നിന്റെ പേര് നജിഹ എന്നല്ലേ? ചോദിച്ചത് പ്രൂഡൻസ്. ഓക്കെ, വിട്ടുകള. പറഞ്ഞു. അപ്രോച്ച് കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാല് രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ആണ്. രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ അല്ലെ, രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള മാനസിക സംഘർഷത്തിൽ ഏത് വേണം എന്ന് തെരഞ്ഞെടുക്കാനുള്ളതാണ്. ദെൻ നെക്സ്റ്റ് അപ്രോച്ച് അവോയ്ഡൻസ്. ഷൈജ, അപ്രോച്ച് അവോയ്ഡൻസ്. എന്ത് പറ്റി? ആൾക്ക് ഇന്ന് ഭയങ്കര ക്ഷീണമെന്ന് തോന്നുന്നു. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഷൈജ. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഇത് വരുമ്പോ ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. അടുത്തത് സുകന്യ, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഏതാണ്? രണ്ട് നെഗറ്റീവ് വരുമ്പോൾ അതിന് ഏതാണ് വേണ്ടത് എന്നുള്ളതിന്റെ ഒരു മാനസിക സംഘർഷമാണ് ഈ മാനസിക സംഘർഷം. Then what is cognitive അവോയ്ഡ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്? എന്താണ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ? റുക്സാന, എന്താണ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ? റുക്സാന, എന്താണ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ? റുക്സാന വരുന്നില്ല. റുക്സാന ഏത് ഗ്രൂപ്പിലാണെന്ന് നോക്കിയിട്ടൊന്ന് എഴുതി വെക്കണം. റുക്സാന വരുന്നില്ല, എഴുതി വെക്കട്ടെ. ഇന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത രജിത പറയൂ, എന്താണ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ? എന്താണ് വൈജ്ഞാനിക ഘടന അഥവാ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിൻസി കിട്ടിയിട്ടില്ല മാം. ഓക്കെ, പറയാം. ഷിൻസി പറയൂ മക്കളെ. ഷിൻസി, ഇത്ര നേരം ഉണ്ടായിരുന്നു കൊച്ച, ഇവിടെ പോയി? കിട്ടിയിട്ടില്ല, പറഞ്ഞു തരാം. ഓക്കെ. ഷിൻസിയാണ് പറയുന്നേ, രജിതയല്ലേ പറയണേ? എനിക്ക് അത് കിട്ടിയില്ല. കോഗ്നിറ്റീവ് സ്ട്രക്ചർ ആണല്ലേ? ഓക്കെ. വിളിച്ചാ വരുന്ന നമ്മുടെ ലൈഫ് സ്പാനിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ മാറ്റം വരും, അതല്ലേ? നോ, കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്നാൽ വൈജ്ഞാനിക ഘടനയാണ്. വൈജ്ഞാനിക ഘടന എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവുന്ന അല്ലെ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു മാനസിക ഘടന. മാനസികം എന്ന് പറയുമ്പോൾ ചങ്കെടുക്കരുത്, പകരം സൈക്കോളജിക്കൽ ടേം മാത്രമേ എടുക്കാവുള്ളൂ. ഇനി വരാൻ പോകുന്ന പിയാഷയുടെ ഒക്കെ തിയറിയിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ളതാണ് വൈജ്ഞാനിക ഘടന എന്ന് പറയുന്നു. വൈജ്ഞാനിക ഘടന എന്നാൽ എനിക്ക് വിവരം വേണം എന്നുള്ള എന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് ഞാൻ വിവരം സമ്പാദിക്കുന്നു, നോളജ് അക്വയർഡ് ചെയ്യുന്നു. ആ പ്രോസസ്സ് ഞാൻ എവിടെ കൊണ്ടാണ് എത്തിക്കുന്നത്? ഈ ഒരു വൈജ്ഞാനിക ഘടനയിലൂടെയാണ് അതെല്ലാം സംഭവിക്കുന്നത്. എന്നിലെ ഓൾറെഡി ഉള്ള അറിവിനെ എനിക്ക് അറിയത്തില്ലാത്ത അറിവുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കൂട്ടിയോജിപ്പിക്കുന്നു. അതിനുശേഷം എനിക്ക് അറിയില്ലാത്ത അറിവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് കൊണ്ടുവരുന്നു, എന്റെ വൈജ്ഞാനിക ഘടനയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്നു. നിങ്ങളൊരു ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പകലും അറിയില്ല. നിങ്ങൾ റെയിൻബോ എന്നുള്ള ഒരു മഴവില്ലിനെ കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ആ കുട്ടികളോട് നിങ്ങൾക്ക് നിറങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചു വേണം തുടങ്ങാൻ. അപ്പോൾ എന്തായി? ആ പഠിതാവിൽ ഒരു പ്രീ റിക്വസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുകയാണ്. എനിക്ക് റോസ് കളറുള്ള ഉടുപ്പുണ്ട്, എനിക്ക് മഞ്ഞ കളറുള്ള ഉടുപ്പുണ്ട്, ടീച്ചറെ എനിക്ക് പച്ച കളറുള്ള ഉടുപ്പുണ്ട്. കുട്ടികൾ ദേ ആർ റെസ്പോണ്ടിങ്. അങ്ങനെ പറയുമ്പോൾ കുട്ടികളുടെ മൈൻഡിൽ വരും, എനിക്കറിയാവുന്ന നിറങ്ങളെ കുറിച്ചാണ് എൻ്റെ ടീച്ചർ പഠിപ്പിക്കുന്നത്. അവരിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ, അവരിൽ താല്പര്യം ജനിപ്പിക്കാൻ, അവരിലെ മുന്നറിവുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ ഒരു രൂപരേഖ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് റൂമിൽ പോയി പഠിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. എപ്പോഴും ക്ലാസ് റൂമിൽ ചെന്ന് ഒരു ലേണിംഗ് റെഡിനെസ് കേട്ടിട്ടുണ്ടോ? പഠന സന്നദ്ധത. അത് ഷൈജയ്ക്കും സുഗന്യയ്ക്കും മിനിക്കും ഉള്ളതുപോലെ ആയിരിക്കില്ല ഇപ്പൊ ഷാനിബയ്ക്കും രജിതയ്ക്കും എനിക്കും ഉള്ളത്.
അപ്പൊ ലേണിംഗ് റെഡിനെസ് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന 30 കുട്ടികളെയും പഠന സന്നദ്ധതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു അധ്യാപകന്റെ കടമയാണ്. അവരുടെ ശേഷി, ബുദ്ധി നിലവാരത്തിന്റെ ശേഷി, സിദ്ധി നിലവാരത്തിന്റെ ശേഷി, അവരുടെ വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ, ഇതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഒരു വ്യക്തിയുടെ പഠനശേഷി അല്ല ലേണിംഗ് റെഡിനെസ്, പഠന സന്നദ്ധത, ഇതുമൊക്കെയായിട്ട് റിലേറ്റ് ചെയ്താണ്. അതെന്തുമാവട്ടെ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടിയുടെ പഠന സന്നദ്ധതയെ ഉണർത്തണം. ആ പഠന സന്നദ്ധതയെ ഉണർത്തിയാൽ മാത്രമേ നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആ പഠന സന്നദ്ധതയെ ഉണർത്താൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രീ റിക്വസൈറ്റ്സ്, മുന്നറിവിനെ ചോദിച്ചെടുക്കുക, കഥകൾ പറഞ്ഞ് താല്പര്യം ജനിപ്പിക്കുക, കഥകളിലൂടെ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയാണ് അവരിലെ ലേണിംഗ് റെഡിനെസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ലേണിംഗ് റെഡിനെസ് നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ വൈജ്ഞാനിക ഘടന റെഡി ആയിട്ട് അവിടെ നിൽക്കുകയാണ്. എന്തിനാ? ഒരു പുതിയ അറിവ് നേടാൻ വേണ്ടി, അല്ലെ ഒരു പുതിയ അറിവിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ അസിമിലേറ്റ് ചെയ്യാൻ വേണ്ടി. അസിമിലേഷൻ അവിടെ നടക്കുന്നത് കേട്ടോ, സാംശീകരണം. അസിമിലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ആ പിള്ളേരുടെ വൈജ്ഞാനിക ഘടന റെഡി ആയിട്ട് നിൽക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മക്കളെ, ഈ ചെടി ശ്രദ്ധിച്ചോ? ഈ ചെടിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ചെടിയെ കുറിച്ച് നിങ്ങൾ ചോദിച്ചു, പൂവിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു ചെടി വന്നു. ഓക്കെ, ഇനി ഇവർക്ക് അറിയത്തില്ലാത്ത പല കാര്യങ്ങൾ, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം, ഇതിൽ നിന്നും ഇങ്ങനെ ആഗീരണം ചെയ്ത് ഈ വേരിൽ കൂടെ ഏതാണ്ടൊക്കെ സാധനം മുകളിലേക്ക് കയറി വരുന്നുണ്ട്, ഇലയാണ് ഫുഡ് പാകം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് ഇല്ലേ? ഇതെന്ത് ചെയ്യുന്നു? ഈ കുട്ടികളെ പല കാര്യങ്ങളും ഇതിൽ നിന്നും, ഈ വൈജ്ഞാനിക ഘടനയിൽ നിന്നും അവർ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് ഇവർക്കറിയാവുന്ന ഇല, അവരപ്പോ ഓർക്കുന്ന ചെമ്പരത്തിയുടെ, ഹിബിസ്കസ് ട്രീയുടെ ഇലയായിരിക്കാം ഓർക്കുന്നത്. എന്നാൽ പോലും ആ ഇല അവരുടെ അമ്മ ക്ലാസ്സിലെന്ന് പറയൂ, ഈ ഒരു ഇല അവരുടെ മൈൻഡിൽ വരികയും അത് അവരുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ പുതിയൊരു കാര്യത്തിനെ സാംശീകരിക്കാൻ, അസിമിലേറ്റ് ചെയ്യാൻ റെഡി ആവുകയും ചെയ്യുകയാണ്. അപ്പൊ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും വൈജ്ഞാനിക ഘടന എന്നാൽ അവരുടെ പുതിയ അറിവ് സ്വീകരിക്കുന്ന, സൈക്കോളജിക്കലി പറയുമ്പോൾ മാനസിക ഘടന എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ വൈജ്ഞാനിക ഘടന എന്നാൽ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ, നമ്മൾ അറിവുകൾ സാംശീകരിക്കുകയും അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഏത്? ഈ വൈജ്ഞാനിക ഘടന എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഫീൽഡ് തിയറി അനുസരിച്ച് പഠനം എന്ന് പറയുന്ന ലേണിംഗ് ഈസ് എ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് എ ലൈഫ് സ്പേസ്. ലൈഫ് സ്പേസ് ഇൻവോൾവ്സ് എവറിത്തിങ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ദ പേഴ്സൺ, ഹിസ് ഫീലിംഗ്സ്, ഹിസ് ഡ്രൈവ്സ്, ഹിസ് മോട്ടീവ്സ്, ഹിസ് ടെൻഷൻ, ഇതെല്ലാം അയാളുടെ ഫിസിക്കൽ എൻവയോൺമെന്റ്, ഇതെല്ലാം ഇൻവോൾവ് ആകുന്നതാണ് എന്ത്? ഒരു വ്യക്തിയുടെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നു, ഈ ലൈഫ് സ്പേസിന് ചുറ്റും ഒരു നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഫോറിൻ ഹൾ. വെരി ഗുഡ്, ഫോറിൻ ഹൾ എന്ന് പറയുന്നു. ഇനി അടുത്തതായി പഠിക്കുന്നതാണ്, ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തി റെപ്രസെന്റ് ചെയ്യുന്നത് അയാളുടെ ലൈഫ് സ്പേസിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അത് പഠിക്കേണ്ട കാര്യമില്ല. ഇനി ഒരു വ്യക്തി 2 കമ്പോണൻസിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നു. ഏതൊക്കെയാണ് കമ്പോണൻസ്? ഒന്നാമത്തെ പറയുന്നു മോട്ടോർ പെർസെപ്ഷൻ സ്ട്രാറ്റം ആൻഡ് ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റം. മോട്ടോർ പെർസെപ്ഷണൽ സ്ട്രാറ്റത്തിൽ അയാളുടെ എബിലിറ്റി ആണെങ്കിൽ, ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റത്തിൽ എന്താ വരുന്നത്? അയാളുടെ നീഡ്സ്. വെരി ഗുഡ്, നീഡ്സ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇനി പറയുന്നു, ഇവിടെ ഒരു വ്യക്തി സൈക്കോളജിക്കൽ ഫോഴ്സസിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഈ സൈക്കോളജിക്കൽ ഫോഴ്സസിനെ വെക്റ്റർ ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ വെക്റ്റർ ഫോഴ്സ് ആണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്, സഹായിക്കുന്നതല്ല, ലീഡ് ചെയ്യുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നു, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തിന്? ഒരു ലക്ഷ്യത്തിന് നേരെ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ സൈക്കോളജിക്കൽ ഫോഴ്സസ് അല്ലെങ്കിൽ ഈ വെക്റ്റർ ഫോഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ആരാണ്? കർട്ടിലെവിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നു, പഠനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ ദാറ്റ് ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ചേഞ്ചസ് ഓഫ് എ ലൈഫ് സ്പേസ്. ഒരു വ്യക്തിയുടെ ലൈഫ് സ്പേസിൽ ഉണ്ടാവുന്ന മാറ്റവുമായിട്ട് റിലേറ്റ് ചെയ്താണ് എന്ത് നിൽക്കുന്നത്? അയാളുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലെ ചേഞ്ചസും നിലനിൽക്കുന്നത്. ഈ ലൈഫ് സ്പേസിൽ ചേഞ്ചസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് എന്തുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു? അത് വലൻസുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. ഒരു ഗോളിലേക്കുള്ള അട്രാക്ഷനോ ഒരു ഗോളിലേക്കുള്ള റീപ്പല്ലോ ആയിരിക്കാം. ഒരു വ്യക്തി ഒരു ഗോളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? പോസിറ്റീവ് വലൻസ് എന്ന് പറയാം. എന്നാൽ ഒരു വ്യക്തി റീപ്പിൽ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ
നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറയാം, അല്ല നെഗറ്റീവ് വലൻസ് എന്ന് പറയാം. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വലൻസിന്റെ ഫലമായിട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നു മാനസിക സംഘർഷം അഥവാ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. 3 തരം കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അപ്രോച്ച് എന്നാൽ 2 പോസിറ്റീവ് വലൻസ്. അപ്രോച്ച് അവോയ്ഡൻസ് എന്നാൽ ഒരു പോസിറ്റീവ് പ്ലസ് ഒരു നെഗറ്റീവ് വലൻസ്. രണ്ട് അവോയ്ഡൻസ് അപ്രോച്ച് എന്ന് വെച്ചാൽ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ 2 നെഗറ്റീവ് വലൻസുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പഠിച്ചു വെക്കാനുള്ളൂ. ഇത്രയും പഠിച്ചാൽ മതി. ഈ പോയിന്റുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിന് ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനും കൂടെ പോവല്ലേ. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഒരു 2-3 എണ്ണേ ഉള്ളൂ. ദ ടീച്ചർ ഷുഡ് പ്രസന്റ് ദ ഹോൾ പ്രോബ്ലം ആൻഡ് ഇവോക്ക് ദ കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ റെഡിനെസ് ഇൻ ദ ലേണേഴ്സ് ഫോർ ഒപ്റ്റിമം ലേണിംഗ്. അപ്പൊ ഇവിടെ എന്താണ്, ടീച്ചർ പ്രോബ്ലം പ്രസന്റ് ചെയ്യുകയാണ്. അതിനുശേഷം പഠിതാക്കളെ കൊഗ്നിറ്റീവ്ലി ആൻഡ് ഇമോഷണലി അവർക്ക് എന്ത് കൊടുക്കുന്നു, പഠന സന്നദ്ധത ഇവോക്ക് ചെയ്യുകയാണ്. ഒരു പ്രോബ്ലം പ്രസന്റ് ചെയ്തതിന് ശേഷം പഠിതാക്കളിൽ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്, റെഡിനെസ് കീപ്പ് ചെയ്യുക, അല്ലെ റെഡിനെസ് ഉണർത്തുക, അതിൽ പഠന സന്നദ്ധത ഉണ്ടാക്കണം എന്നാണ് ഇതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ അഥവാ ക്ലാസ് റൂം ഇംപ്ലിക്കേഷനിൽ കർട്ട് ലെവിൻ പറയുന്നു. പ്രോബ്ലം പ്രസന്റ് ചെയ്തതിന് ശേഷം പഠിതാക്കളിൽ എന്തുണ്ടാക്കണം, റെഡിനെസ് ഉണ്ടാക്കണം. അത് കൊഗ്നിറ്റീവും ആകാം മെന്റലി ആകാം. 2 രീതിയിലും അവരെ റെഡിനെസ് കൊണ്ടുവരിക എന്ന് പറയുന്നു. 2 പറയുന്നു, എ ടീച്ചർ ഷുഡ് ട്രൈ ടു വർക്ക് ഔട്ട് ദ ലൈഫ് സ്പേസ് ഓഫ് ഈച്ച് സ്റ്റുഡന്റ് ഓഫ് ഹിസ് ക്ലാസ്. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന 40 കുട്ടികളാണെങ്കിൽ 40 കുട്ടികളുടെയും ജീവിത രംഗം അറിഞ്ഞിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആ കുഞ്ഞ് എന്താണെന്നും അതിന്റെ ബിലീഫ് എന്താണെന്നും അതിന്റെ തോട്ട് എന്താണെന്നും അതിന്റെ കണ്ടീഷൻ എന്താണെന്നും അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ പഠിതാവിനെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും ലൈഫ് സ്പേസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മോട്ടിവേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫോഴ്സ് ഇൻ കോഗ്നിറ്റീവ് ചേഞ്ചസ്. ഇപ്പൊ ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലെ ഒരു പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് ചേഞ്ചസിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അഭിപ്രേരണയാണ്. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രേരണ കൊടുക്കണം. ആ കുട്ടിയുടെ പേര് വിളിച്ചിട്ടാവാം, അല്ലെങ്കിൽ ആ കുട്ടിയെ ഒന്ന് തോളിൽ തട്ടിയാവാം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കണം എന്ന് പറയുന്നു. Teachers should organize instructional strategies in a manner which will be at the level of exploratory rather than അത് ഇവിടെ പറയുന്നു rather than example manner. അതായത് നമ്മൾ ഈ കുട്ടികൾക്ക് പര്യവേക്ഷണത്തിനുള്ള ഒരു അവസരം ഇവിടെ പറയുന്നു. ഞാനിപ്പോ പറയുകയാണ്, മക്കളെ ഞാനിവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പള്ള പറിച്ചുകൊണ്ടുവന്ന് വെച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതാണ് ഒരു ചെടി, ഈ ചെടിയിൽ ഇങ്ങനെയാണ് ഫംഗ്ഷൻ നടക്കുന്നത് എന്നതിലുപരി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പുറത്തു പോയി ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിന് മുമ്പായി പുറത്തു പോയി ഒരു ചെടിയെ നിരീക്ഷിക്കുക. ഒരു ചെടിയിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടെന്ന് പറയുക. അവിടെ എന്താണ്, ദ ടീച്ചർ ഹെൽപ്സ് ടു എക്സ്പ്ലോർ ദെയർ ബിലീഫ്സ് ആൻഡ് വെയർ ആറ്റിറ്റ്യൂഡ്. ഒരു പഠിതാവിന്റെ ആറ്റിറ്റ്യൂഡിനെ അല്ലെങ്കിൽ അവന്റെ ബിലീഫ്സിനെ പര്യവേക്ഷണത്തിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ടീച്ചർ ഷുഡ് എക്സ്പ്ലോർ ദെയർ ബിലീഫ്സ്, അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ പര്യവേക്ഷണത്തിന് വിധേയമാക്കണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. According to field theory, a changes in the structure of knowledge may occur within the repetition. ആവർത്തനത്തിലൂടെ മാത്രമേ കോഗ്നിറ്റീവ് ചേഞ്ചസ് സംഭവിക്കുകയുള്ളൂ. അതിനാൽ പഠിച്ച കാര്യങ്ങൾക്ക് വീണ്ടും എംഫസൈസ് കൊടുത്ത് പഠിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു അവസരം പഠിതാക്കൾക്ക് ഒരുക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. The teacher should use reward and punishment according to the needs of the situation. പണിഷ്മെന്റും കൊടുക്കണം, റിവാർഡും കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ലെവിൻ അക്സെപ്റ്റഡ് ദ വാല്യൂ ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ഇൻ ദ ലേണിംഗ്. പഠന സന്ദർഭത്തിൽ ഈ റിവാർഡിനെയും അതുപോലെ തന്നെ പണിഷ്മെന്റിനെയും ലെവിൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനാൽ പഠിതാക്കൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ റിവാർഡ് കൊടുക്കുക, റിവാർഡ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പണിഷ്മെന്റും കൊടുക്കുക എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ആണ് പറയുന്നത്. കുട്ടികളിൽ റെഡിനെസ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ എല്ലാ പഠിതാക്കളുടെയും ലൈഫ് സ്പേസിനെ കുറിച്ച് ഒരു അധ്യാപകൻ അവബോധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പറയുന്നു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് പഠിതാക്കളിൽ എക്സ്പ്ലോറേഷൻ കൂട്ടുക. എക്സാമ്പിൾ സഹിതം കൊടുക്കുന്നതിന് പകരം എക്സ്പ്ലോറേഷൻ, പര്യവേക്ഷണത്തിന് അവരെ വിധേയരാക്കുക. ഇനി അടുത്തത് പറയുന്നു കൂടുതൽ റെപ്പിറ്റീഷൻ, പഠിച്ച കാര്യങ്ങളെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അടുത്തത് തന്നെ പറയുന്നു ടീച്ചർ ഷുഡ് പ്രൊവൈഡ് ദ റിവാർഡ് through it may be a punishment or it may be a reward. അതിലെ ലെവിൻ വിശ്വസിക്കുന്ന ലേണിംഗ് പ്രോസസ്സിൽ ലെവിൻ വിശ്വസിക്കുന്നതാണ് റിവാർഡിനെ അല്ലെങ്കിൽ പണിഷ്മെന്റിനെ. ക്ലിയർ?
ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കുഞ്ഞുങ്ങളെ നമുക്ക് കർക്കിലേവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പഠിക്കാനുള്ള ഒരു 1 വീക്ക് ടൈം ഉണ്ട്. അടുത്ത സൺഡേ ഞാൻ വരുവുള്ളൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ചോദിക്കാം, പേഴ്സണലി ചോദിക്കാം, അല്ലാതെ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ കയ്യിൽ കൊടുക്കാം. അവരെ ഞാനുമായിട്ട് ഡയറക്ട്ലി പറഞ്ഞോളും. പഠിച്ചു വെക്കുക പ്രധാനമായിട്ട് ആ പോയിന്റുകൾ, ഫോറിനുകളുടെ വലൻസ്, വെക്റ്റർ ഫോഴ്സ്, then മോട്ടോർ പെർസെപ്ഷൻ സാട്രം, അതുപോലെ തന്നെ ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റം, അത് എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ള പഠിച്ചു വയ്ക്കുക. ആ വലൻസിൽ നിന്നാണ്, പോസിറ്റീവ് വലൻസിൽ നിന്നും നെഗറ്റീവ് വലൻസിൽ നിന്നുമാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. 3 തരം കോൺഫ്ലിക്റ്റ് ആണുള്ളത്. ഇത്രയും കാര്യം പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് കിട്ടി. അക്കോർഡിംഗ് ടു ലെവിൻ, ലേണിംഗ് ഈസ് എ ചേഞ്ചസ് ഓഫ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ പഠിച്ചു വയ്ക്കുക. അക്കോർഡിംഗ് ടു ഫീൽഡ് തിയറി, ലേണിംഗ് ഈസ് എ പെർസെപ്ഷൻ ഓർഗനൈസേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്പേസ്. എന്താണ് ലൈഫ് സ്പേസ്? ഒരു വ്യക്തി, അയാളുടെ ചിന്ത, അയാളുടെ വികാരം, അയാളുടെ ടെൻഷൻ, അയാളുടെ ബിലീഫ്, ഇതെല്ലാമാണ് ആ ഒരു ലൈഫ് സ്പേസ്. കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത സൺഡേ കാണാം. ടീച്ചർ ഡൗട്ട്. പറയാം ടീച്ചർ. കർട്ട്ലിവിന്റെ ഒരു ഈക്വേഷൻ പോലെ പറഞ്ഞിട്ടില്ലേ? അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. അതെന്താ ഞാൻ എടുക്കാത്തെന്ന് ചോദിച്ചാൽ, അത് വ്യക്തിത്വ പേഴ്സണാലിറ്റിയിൽ നമ്മളൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. B is equal to F into PE. B is equal to F into PE. അതായത് ഒരു വ്യക്തിയുടെ വ്യവഹാരം എന്ന് പറയുന്നത് അയാളുടെ ഒരു പേഴ്സണും അയാളുടെ എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു ഏകതമാണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, B is equal to F into PE എന്നാണ് പറയുന്നത്. അയാളുടെ ഇക്വേഷൻ ആണ് കർട്ട്ലെവിന്റെ. ഇവിടെ പറയുന്നത് അദ്ദേഹം ഒരു മൃഗത്തിനെയോ മറ്റൊന്നും വെച്ച് പരീക്ഷണം നടത്തിയിട്ടില്ല. ശിശു വ്യവഹാരങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പഠനം നടത്തിയത്. ഈ ശിശു വ്യവഹാര നിരീക്ഷണത്തിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായത് ഒരു വ്യക്തിയുടെ വ്യവഹാരം അല്ലെ ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ആ വ്യക്തി പേഴ്സണും അയാളുടെ പരിസ്ഥിതിയും തമ്മിലുള്ള സംയോജനത്തിലൂടെ അല്ലെങ്കിൽ വർത്തന പരിവർത്തനത്തിലൂടെ, അതായത് മോഡിഫിക്കേഷണൽ ആക്ടിവിറ്റീസിലൂടെയാണ് അയാളുടെ ബിഹേവിയർ രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു വ്യക്തിയുടെ വ്യവഹാരം അല്ലെ ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ആ വ്യക്തിയും അയാളുടെ എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഏകതമാണ്. ഇത് കേട്ടിട്ടിനൊക്കെ ചോദിക്കാറുണ്ട്. കർട്ട്ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം അല്ലെ കർട്ട്ലെവിന്റെ വ്യക്തിത്വ സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏത് ഇക്വേഷൻ ആണ് ശരി എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇവിടെ പറയുന്നത് കർട്ട്ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം അനുസരിച്ച് ഒരു വ്യക്തിയുടെ ബിഹേവിയർ അല്ലെ ഒരു വ്യക്തിയുടെ വ്യവഹാരം എന്ന് പറയുന്ന ബി ഫോർ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു വ്യക്തി മീൻസ് പേഴ്സൺ, അയാളുടെ എൻവയോൺമെന്റ് ഈയും തമ്മിലുള്ള ഒരു ഏകതം അഥവാ ഒരു ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. ഈ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വിദ്യ എന്റെ വിദ്യ ആയിരുന്നല്ലേ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. സൗണ്ട് കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എനിത്തിങ് ഡൗട്ട്? നോ. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം. Yes ma'am, thank you. Okay, thank you. Thank you ma'am. Okay, നന്നായിട്ട് പഠിക്കുക കേട്ടോ. എക്സാം എപ്പോ വേണമെങ്കിലും വരാം. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു പോകാം. ഡെയിലി സിലബസ് വായിക്കുക. സിലബസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ച് ഡെയിലി വായിക്കുക. നിങ്ങൾക്ക് ഉറപ്പാണ് സിലബസിൽ നിന്ന് തന്നെ ഒരു 10 മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഡെയിലി വായിക്കുമ്പോൾ സിലബസിലെ കണ്ടന്റ് ഇന്നതാണ് എന്നുള്ള ഒരു അവബോധം നിങ്ങൾക്ക് വരും. വെറുതെ പറയുകയല്ല, ഡെയിലി സിലബസ് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ബൈ. താങ്ക് യു. Okay, thank you miss. Okay.